9-ാം തീയതിയും 11-ാം തീയതിയുമായി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലും കൊല്ലം ജില്ലയിലും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ആവേശകരമായ പ്രതികരണം തന്നെയാണ് ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഉജ്ജ്വലമായ ഒരു വിജയം ഇടതുപക്ഷത്തിനുണ്ടാകുക തന്നെ ചെയ്യും എന്നാണ് ഇടതുപക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, പഞ്ചായത്ത് ദിനാഘോഷം ഡൽഹിയിൽ സംഘടിപ്പിക്കാറുണ്ട്. ആ ദിനാഘോഷത്തിൽ 3 ദിനാഘോഷത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയും മറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളുമെല്ലാം കേരളത്തിൽ നിന്ന് എത്തുന്നവരോട് ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമേ പഞ്ചായത്ത് സംവിധാനമുള്ളോ എന്നാണ് അവരെല്ലാം ചോദിക്കുന്നത്. കാരണം പഞ്ചായത്ത് രാജും നഗരപാലിക ബില്ലും രാജ്യത്ത് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ഗുണങ്ങൾ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്കും സംസ്ഥാനത്തും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേരളമാണ് നമ്മുടെ രാജ്യവും പഞ്ചായത്ത് രാജ് നടക്കുമ്പോൾ മാതൃകയായി സ്വീകരിക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതിനടിസ്ഥാനപരമായ കാരണം ഇടതുപക്ഷം അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ കാലോചിതമായി പരിഷ്കരിച്ച് ജനകീയാസൂത്രണം വഴി പദ്ധതികളുടെ രൂപീകരണം, നിർവഹണം ഈ അവകാശം ജനങ്ങൾക്ക് നൽകി എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം. രാജ്യത്ത് ഒരു സംസ്ഥാനത്തും അത്തരത്തിൽ അധികാരം നൽകിയിട്ടില്ല. ഉദ്യോഗസ്ഥ മേധാവികളും ഏതാനും വിദഗ്ധന്മാരും ഒരു കേന്ദ്രത്തിലിരുന്ന് പദ്ധതികൾക്ക് രൂപം നൽകുന്നു, പദ്ധതികൾ നടപ്പിലാക്കുന്നു, അവരിൽ മാത്രമായി കേന്ദ്രീകരിക്കും. ഇവിടെ ഗ്രാമസഭ മുതൽ ജനങ്ങളാണ് അവന് എന്തെല്ലാം വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിശ്ചയിക്കുന്നത്, പദ്ധതി രൂപീകരിക്കുന്നത്, നിർവഹിക്കുന്നതും ജനങ്ങളാണ് എന്നതാണ് കേരളത്തിൽ വന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനം. അതുമാത്രമല്ല, ജനകീയാസൂത്രണം വരുന്നതിന് മുമ്പ് കേരളത്തിലെ എല്ലാ ത്രിതല പഞ്ചായത്തുകൾക്കുമായി സംസ്ഥാന ഗവൺമെൻറ് നൽകിയിരുന്ന ഫണ്ട് 150 കോടി രൂപ മാത്രമായിരുന്നു. ഇപ്പം നൽകുന്നത് എത്രയാണ് എന്ന് ചോദിച്ചാൽ 20,000 കോടി രൂപയാണ് ത്രിതല പഞ്ചായത്തുകൾക്ക് കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നൽകുന്നത് എന്നത് രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഫണ്ട് നൽകുക മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം വരുന്ന സ്ഥാപനങ്ങളുടെ നിർവഹണ ചുമതല ഈ ത്രിതല പഞ്ചായത്തുകൾക്ക് കൈമാറി. ആശുപത്രിയായാലും അതോടൊപ്പം സ്കൂളുകൾ, റോഡുകൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഈ ത്രിതല സംവിധാനത്തിൽ നൽകി. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസി എന്നതാണ് പഞ്ചായത്തുകളുടെ നിർവഹണം എന്ന് പറയും. സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ലോകോത്തരത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി മാതൃക സൃഷ്ടിക്കുമ്പോൾ ഈ വികസനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന UDFും BJPയും ഏതെങ്കിലും പഞ്ചായത്തുകളിൽ അധികാരത്തിൽ വന്നാൽ ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ആനുകൂല്യങ്ങൾ ഗ്രാമീണ ജനവിഭാഗങ്ങൾക്ക് ലഭിക്കാതെ പോകുമെന്ന തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനകം തന്നെ കൈവന്നിട്ടുണ്ട്. അതാണ് കൊല്ലം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത്, കൊല്ലം കോർപ്പറേഷൻ കേരളത്തിലെ ആകെ ഗ്രാമമെന്നോ പട്ടണമെന്നോ വ്യത്യാസമില്ലാതെ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് ഇടതുപക്ഷം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കും. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കുക, അധികാരം മുഴുവൻ ഒരു കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കുക, ഇതാണ് കോൺഗ്രസും BJPയും ഭരിക്കുന്നിടങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അധികാരം താഴെ തട്ടിലേക്ക് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയല്ല, താഴെ തട്ടിലേക്ക് കൊടുക്കുന്നു, അതിനാവശ്യമായ ഫണ്ട് നൽകുന്നു. സംസ്ഥാന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം പഞ്ചായത്ത് വഴിയാണ്. അതാണ് എല്ലാവർക്കും കക്കൂസ്, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവരുടെയും വീട്ടിലേക്ക് വാഹനമെത്താൻ വേണ്ടിയിട്ടുള്ള പാതകൾ, നടപ്പാതകളെല്ലാം റോഡുകളാക്കി വികസിപ്പിച്ചെടുത്തപ്പോൾ വെറും 1.5 ലക്ഷം കിലോമീറ്റർ മാത്രം ജനകീയാസൂത്രണം വരുന്നതിന് മുമ്പ് റോഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് 3.5 ലക്ഷമായി ഉയരുന്നതിന് കാരണമായത് ഈ പശ്ചാത്തല വികസന പ്രക്രിയയിലും വലിയ പങ്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് ത്രിതല സംവിധാനത്തിന് നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു യൂണിറ്റായി ജില്ലയെ കണ്ടുകൊണ്ട് ആ ജില്ലയ്ക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള അധികാരം ജില്ലാ പഞ്ചായത്തിന് നൽകി. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. അതിൻ്റെ അധ്യക്ഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് DPCയുടെ അധ്യക്ഷൻ.
അപ്പോൾ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് ജില്ലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ത്രിതല പഞ്ചായത്തുകളെ സഹകരിപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിഞ്ഞതിൻ്റെ നേട്ടം കൊല്ലം ജില്ലയിലുണ്ട്. ഇവിടെ ജില്ലാ പഞ്ചായത്തിലെ ഞാനും ഒരു ചെറിയ കാലം പ്രസിഡൻ്റായിട്ടിരുന്നതാണ്. ആ കാലത്ത് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ പല കാര്യങ്ങളിലും പരിശ്രമിച്ചു. അതിലൊന്നാണ് മുട്ട. നമുക്കാവശ്യമായി ഉള്ള മുട്ട 10 ലക്ഷം. ഇവിടുത്തെ കോഴികളെല്ലാം കൂടി ഇടുന്ന മുട്ട 2 ലക്ഷം. 8 ലക്ഷം മുട്ട കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരും. ആ കുറവ് പരിഹരിക്കാനാണ് തോട്ടത്തറയിലൊരു ഹാച്ചറി ആരംഭിച്ച് നമ്മുടെ ജില്ലയ്ക്ക് ആവശ്യമായിട്ടുള്ള 10 ലക്ഷം മുട്ടയിൽ 9 ലക്ഷം മുട്ടയും നമ്മൾ തന്നെ കോഴികളെ വളർത്തി ഹാച്ചറി രൂപീകരിച്ച് നൽകുന്നു. നമുക്ക് വേണ്ടിയിരുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൾനാടൻ വികസിപ്പിക്കാൻ 8 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഒരു വർഷം നമ്മൾ വാങ്ങുമായിരുന്നു. അതിനാണ് കുളത്തൂപ്പുഴയിലും കല്ലടയിലും 2 മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഹാച്ചറി ആരംഭിച്ചപ്പോൾ നമുക്ക് ആ കുറവ് പരിഹരിക്കാൻ കഴിഞ്ഞു. കുരിയോട്ടുമല ബെവല്ലോ ഫാം അത് വികസിപ്പിച്ച് ഗുണനിലവാരത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട പാലും മറ്റും പുറത്തിറക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ പാലുൽപാദനത്തിലും അതോടൊപ്പം തന്നെ മാംസത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിലും ആ നിലയിലേക്ക് കഴിഞ്ഞിരിക്കും. കൊല്ലം കോർപ്പറേഷനിൽ കടന്നു വന്നാൽ മാലിന്യമല എന്നാണ് കുരീപ്പുഴ ചണ്ടിടുപ്പോയെക്കുറിച്ച് പറഞ്ഞത്. ആ മാലിന്യമല ഇടിച്ച് നിരത്തി കൊല്ലത്ത് വരുന്ന ആളുകൾ ദുർഗന്ധം ശ്വസിക്കാതെ നടക്കാൻ കഴിയൂല എന്ന മാധ്യമങ്ങളെ നിറഞ്ഞെന്ന വാർത്തയ്ക്ക് വിരാമമിട്ടത് ഇടതുപക്ഷത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഭരണത്തിൻ്റെ ഭാഗം. പൂന്തോട്ടം നിർമ്മിച്ചു. ഇനി ഇതാ 500 ആളുകൾക്ക് ജോലി കിട്ടുന്ന IT പാർക്ക് സംസ്ഥാന സർക്കാർ അവിടെ നടപ്പിലാക്കാൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ രൂപീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ ആ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള താല്പര്യം ജനങ്ങൾക്ക് വരുന്നുണ്ട്. എല്ലാ പാർട്ടികളിൽ നിൽക്കുന്ന ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ഉജ്ജ്വല വിജയം ഇടതുപക്ഷത്തിന് നേടാൻ കഴിയും എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. അധികാര വികേന്ദ്രീകരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ലിലൂടെയാണ്. അത് കൊണ്ടുവന്ന് പാസ്സാക്കിയതിൻ്റെ പൈതൃകം കോൺഗ്രസ്സിനാണ്. കോൺഗ്രസ് സർക്കാരുകൾ നിലവിലുണ്ടായിരുന്നപ്പോഴാണത് കൊണ്ടുവന്ന് പാസ്സാക്കിയത് എന്നുള്ളത് മറക്കരുത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. പിന്നെ ഇത് ചർച്ച ചെയ്യുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തീർച്ചയായും കേരളത്തിലെ സർക്കാരിൻ്റെ ചെയ്തികളുമായി കണക്റ്റഡാണ്. ആ നിലയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തെന്നുള്ള നിലയിൽ പ്രാദേശിക ഗവൺമെൻറ്റുകളെ UDFൻ്റെ ഗവൺമെൻറ്റുകളെ തിരഞ്ഞെടുക്കും എന്ന പൂർണ്ണ വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ. സംസ്ഥാനത്തിൻ്റെ സ്ഥിതി എന്താണ്? വിലക്കയറ്റം രൂക്ഷമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണ് കേരളം. കണക്കുകളാണ് ഞാൻ എൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കൊല്ലത്തിരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കശുവണ്ടി മേഖല ഈ സർക്കാർ തകർത്ത് തരിപ്പണമാക്കി. ജയമോഹൻ കോർപ്പറേഷൻ്റെ ചെയർമാനാണ്. ജയമോഹൻ കോർപ്പറേഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ കശുവണ്ടി മേഖലയുടെ അവസ്ഥ എന്താണ്? 10 വർഷത്തിന് മുമ്പ് LDF പുറത്തിറക്കിയ ഒരു പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൊല്ലം ജില്ലയിൽ സ്വകാര്യ മേഖലയിൽ പോലും അടഞ്ഞു കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ ഞങ്ങൾ ഏറ്റെടുത്ത് എല്ലാ തൊഴിലാളികൾക്കും പണി നൽകുന്ന ഒരു പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട്. ഒരു കശുവണ്ടി ഫാക്ടറി ഏറ്റെടുക്കാൻ ഈ LDF ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു കശുവണ്ടി ഫാക്ടറി. അവർ ചെയ്തത് എന്താണ്? കശുവണ്ടി ഫാക്ടറികളെ ഏറ്റെടുത്ത് മാളുകൾ പണിയുന്നു. കൊട്ടിയത്ത് നമുക്ക് കാണാം ഒരു മാള്. കശുവണ്ടി ഫാക്ടറി എന്ന സ്ഥലമാണ്. അപ്പോൾ LDF ഗവൺമെൻറ് തൊഴിലാളികളിൽ നിന്ന് മറ്റ് മേഖലയിലേക്ക് കോർപ്പറേറ്റുകളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അത് ജനങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, വീടുകൾ, അവരെ ഈ വീടുകളെ ലൈഫ് പദ്ധതിയിലേക്ക് മാറ്റി. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇരുന്ന ആളാണ്. അന്ന് പഞ്ചായത്തുകളിൽ വീടുകൾ, പട്ടികജാതിക്കാർക്ക് പ്രത്യേക വീടുകൾ, മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക വീടുകൾ, താഴ്ന്ന വരുമാനക്കാർക്ക് പ്രത്യേക വീടുകൾ, പല മേഖലകളിലായി വീടുകൾ നൽകിയിരുന്നു. ഇതെല്ലാം കൂടി ഒന്നിപ്പിച്ചപ്പോൾ എന്തൊന്നും നടക്കുന്നില്ല. LDF പറയുന്ന ഒരു കാര്യം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 4100 വീടേ കൊടുത്തുള്ളൂ എന്ന് ചിലർ പ്രസംഗിക്കുന്നു. അജ്ഞത കൊണ്ടാണ്. 4.5 ലക്ഷം വീട് 5 വർഷം കൊണ്ട് കൊടുത്ത ഗവൺമെൻറ്റാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് 10 വർഷം കൊണ്ട് അവരവകാശപ്പെടുന്നത് 4.5 ലക്ഷമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ഈ ലൈഫ് പദ്ധതി എന്ന പേരിൽ ഇത് മൊത്തത്തിൽ സംയോജിപ്പിച്ചതിലൂടെ ഉണ്ടായ അപാകതയാണ് ആ മേഖലയിൽ നമ്മൾ കാണുന്നത്. വീടുകൾക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചവർക്കെല്ലാം വീട് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ഈ സർക്കാരിൻ്റെ ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച്
പ്ലാൻ ഫണ്ടിൻ്റെ ഇത്ര ശതമാനം അവർക്ക് നൽകണം എന്ന് ഈ ബില്ലിൽ തന്നെയുണ്ട്. ആ തുക ഈ ഗവൺമെൻറ് നൽകുന്നുണ്ടോ? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമം അനുസരിച്ച് നൽകേണ്ട തുക ഈ സർക്കാർ നൽകുന്നില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നൽകേണ്ടതിൽ 500 കോടി ഉറുപ്പികയാണ് വെട്ടിക്കുറച്ചത്. പട്ടികജാതി പട്ടികവർഗത്തിനാണ്. മറ്റു മേഖലകളിൽ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുന്നതിൻ്റെ ഒരു വൈചിത്ര്യമുണ്ട്. അവസാനം നൽകും, പിറ്റേന്ന് തന്നെ ട്രഷറി ക്ലോസ് ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഒരു പാർട്ടി പൊളിറ്റിക്സ് അല്ല, പ്രായോഗികതയുടെ പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം കിട്ടുന്ന ആർക്കാണ്? ദ മോസ്റ്റ് നീഡി പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. ഏറ്റവും പാവപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വീടില്ലാത്തവർ, കിടക്കാൻ സ്ഥലമില്ലാത്തവർ, ഭക്ഷണം കഴിക്കാൻ ദ മോസ്റ്റ് നീഡി പീപ്പിൾ. അവരെ സഹായിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതുവഴി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതോടുകൂടി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ ലഭ്യത നഷ്ടപ്പെടുത്തുകയാണ് ഈ ഗവൺമെൻറ്. അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ജനങ്ങൾ തീർച്ചയായും ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി ഇതിനെ കണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഇപ്പോൾ ഇവിടെ ജയമോഹൻ സൂചിപ്പിച്ചു ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം. സഖാവിനോട് ഞാൻ ചോദിക്കുന്നു, എന്താ ജില്ലാ ആശുപത്രിയുടെ ഒരു സ്ഥിതി? ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥാപനമല്ലേ? ആതുര ശുശ്രൂഷാ കേന്ദ്രമാണ്. മറ്റെല്ലാം മാറ്റിവെക്കാം. അവിടെ ആശ്രയിക്കുന്നത് ആരാണ്? പണമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ. അവിടെ ചികിത്സയ്ക്ക് വേണ്ടി ഓടിയെത്തിയാൽ അവിടുത്തെ സ്ഥിതി എന്താണ്? ജില്ലാ ആശുപത്രിയുടെ സ്ഥിതി ലിഫ്റ്റില്ല. പിന്നെ ഒരുപാട് പോരായ്മകൾ, പരിമിതികളുണ്ടാവാം ഏത് സർക്കാർ വന്നാലും ഏത് ഭരണം വന്നാലും. പക്ഷേ എങ്കിലും അതിന് നൽകേണ്ട ഒരു പ്രയോറിറ്റി നൽകി അത് ചെയ്യുന്നില്ല എന്ന പരാതിയാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ കോർപ്പറേഷനെ സംബന്ധിച്ച് 30 വർഷമായി LDF ഈ നഗരസഭ ഭരിക്കുകയാണ്. 25 വർഷം കോർപ്പറേഷൻ, അതിന് തൊട്ട് മുമ്പുള്ള 5 വർഷം മുനിസിപ്പാലിറ്റി. ഞങ്ങൾ ഓർക്കുന്നു, കരുമാലിൽ സുകുമാരനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഈ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നപ്പോൾ തൊട്ടിപ്പണി നിർത്തലാക്കാൻ വേണ്ടി ചെയ്ത ഭഗീരഥ പ്രയത്നം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ അന്നും ഈ കൊല്ലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഇന്നെന്താണ് കോർപ്പറേഷൻ്റെ അവസ്ഥ? ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ ഈ കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ടോ? കുടിവെള്ള പ്രശ്നം, മാലിന്യ പ്രശ്നം, ഒട്ടനവധി നമ്മുടെ മാർക്കറ്റുകളുടെ അവസ്ഥ, അതൊക്കെ പരിതാപകരമായ അവസ്ഥയിലാണ്. കോർപ്പറേഷനിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. അവർ UDFന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെന്നുള്ള നിലയിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു, ഈ സർക്കാർ അഴിമതി നിറഞ്ഞ സർക്കാരാണ്. 2 പ്രമുഖ നേതാക്കൾ ജയിലിലാണ്. ദേവസ്വം ബോർഡിൻ്റെ 2 പ്രമുഖ നേതാക്കൾ, ശ്രീ വാസുവും ശ്രീ പത്മകുമാറും ജയിലിലാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, പിണറായി വിജയൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. മറുപടി പറയണം മാർക്സിസ്റ്റ് പാർട്ടി. തെറ്റ് ചെയ്തവനെ ഞങ്ങൾ തള്ളുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ അനുവർത്തിച്ച ഒരു പൊളിറ്റിക്കൽ നയത്തിൻ്റെ ഭാഗമാണ് ഈ അഴിമതി. ആ അഴിമതി കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അത് അവർ കണ്ടുകൊണ്ട് എൻ്റെ സമയം കഴിയും ഈ UDFന് അനുകൂലമായി വോട്ട് ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളിൽ ഞങ്ങൾ അധികാരത്തിലെത്തും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ മൈനാഗപ്പള്ളിയിൽ 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. ആ പഞ്ചായത്ത് മിക്കപ്പോഴും കോൺഗ്രസ്സിനാണ്. ഈ തെരഞ്ഞെടുപ്പിലും മൈനാഗപ്പള്ളി കോൺഗ്രസിൻ്റെ അധീനതയിലായിരിക്കുമെന്നും മൈനാഗപ്പള്ളിക്കാരനെന്നുള്ള നിലയിൽ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് BJP ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഡിസംബർ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാണുന്നത്. പരമ്പരാഗതമായിട്ടുള്ള വോട്ട് ബാങ്ക് ഇത്തവണ അവസാനിക്കും. അതിനുദാഹരണം എന്നുള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ഷെയറും ആറ്റിങ്കിലും ആലപ്പുഴയും അടക്കമുള്ള പരമ്പരാഗതമായിട്ടുള്ള വോട്ട് ബാങ്കുകൾ പരിശോധിച്ചാൽ ആ പ്രദേശങ്ങളിൽ BJP ഒന്നാമത് എത്തിയിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്നത് വികസനം എന്ന മുദ്രാവാക്യമാണ്. കേരളത്തെ സംബന്ധിച്ച് 7 പതിറ്റാണ്ടുകൾ 70 വർഷക്കാലം പിന്നിടുമ്പോൾ ഈ 2 മുന്നണികളെ സംബന്ധിച്ചും മാറി മാറി ഭരിക്കുവാനുള്ള അവസരം കിട്ടിയിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ ഒരു സമഗ്രമായ വികസനം എന്നുള്ള നിലയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ ഇവർക്ക് 2 പേർക്കും കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നോക്കുന്ന സമയത്ത് 5 ലക്ഷം കോടി രൂപയിലധികം കടബാധ്യതയിലാണ് നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത്.
എന്ത് വികസന പ്രവർത്തനങ്ങൾ ഇവർക്ക് പറയാൻ കഴിയും? ഇപ്പം ചിന്നക്കടയിൽ കൊല്ലത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിലും കേരളമെമ്പാടും നടക്കുന്ന വികസന പ്രവർത്തനം എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ഉയർത്തിക്കാണിക്കാൻ നമുക്ക് കഴിയുന്നത് നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനമാണ്. നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനം പറയുന്ന സമയത്ത് 100% കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇക്കാര്യം ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അവർ പറയുന്നുണ്ടാകും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് 25% തുക കൊടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഗഡു കൊടുത്തിരുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 100% പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ കൊല്ലത്ത് നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം, കൊല്ലത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കൊല്ലത്ത് ഏതാണ്ട് 400 കോടി രൂപയിലധികം അടുത്ത് ചെലവഴിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെ പണി നടക്കുന്നു. കൊല്ലം ഇന്ന് ചിന്നക്കടയിൽ നിൽക്കുന്ന സമയത്ത് കൊല്ലത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു ദീർഘവിശ്രമമില്ലാത്ത ഒരു പാലം, കൊല്ലം ചിന്നക്കടയുടെ പ്രൗഢി നമുക്കറിയാം. പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങളായിട്ടുള്ള കയറ്, കൈത്തറി, കശുവണ്ടി അടക്കമുള്ള മേഖലകൾ പൂർണ്ണമായും തകർന്നു പോയി. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ട സർക്കാരുകൾ ഇപ്പോൾ കൊല്ലത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം, പാരിപ്പള്ളി കേന്ദ്രമാക്കിയിട്ടുള്ള ജില്ലാ മെഡിക്കൽ കോളേജ്, എന്തിനു പറയുന്നു, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ കൊല്ലം ടൗണിൽ വന്നാൽ ഒരു പൊതു ആവശ്യം എന്നുള്ള നിലയിൽ ഒരു മര്യാദയ്ക്ക് വൃത്തിയുള്ള ഒരു പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത മുന്നണികൾ. എന്തിൻ്റെ പേരിലാണ് ജനം വീണ്ടും അവർക്ക് അവസരം കൊടുക്കേണ്ടതെന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. നിരവധി അവസരം ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ സംബന്ധിച്ച് 25 വർഷക്കാലം തുടർച്ചയായി ഭരിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ പ്രദേശങ്ങൾ നമ്മൾ കടന്നുപോയാൽ മാലിന്യ കുമ്പാരങ്ങൾ, ഇപ്പം ചണ്ടിഡിപ്പോയുടെ കാര്യമൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. എങ്ങനെയാണ് ആ ചണ്ടിഡിപ്പോയിൽ മാലിന്യമുണ്ടായത്? നമുക്കറിയാമോ? വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഇപ്പം മധ്യപ്രദേശിൽ ഇൻഡോറിൽ നടപ്പിലാക്കിയിട്ടുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മലിനീകരണ പ്ലാന്റുകൾ. അപ്പോൾ BJP സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് എവിടെയാണോ അവസരം കിട്ടിയിട്ടുള്ളത്, 3ാമത് തവണ ഈ രാജ്യത്ത് ഞങ്ങൾക്ക് അവസരം കിട്ടിയ സമയത്തും ഈ രാജ്യത്തിൻ്റെ ഭൂരിഭാഗം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സമയത്തും ഞങ്ങൾ ഉയർത്തുന്നത് വികസനം തന്നെയാണ്. അവിടെ ജാതിയും മതവും രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള വികസനം അത് ഞങ്ങൾ കേരളത്തിലും നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ സൂചനയാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലുണ്ടായത്. ഇപ്രാവശ്യം അതുപോലുള്ള തൃശ്ശൂരുകൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, ഭൂരിഭാഗം പ്രദേശങ്ങളിലും, പഞ്ചായത്തുകളിലും, കോർപ്പറേഷനുകളിലും, മുനിസിപ്പാലിറ്റികളിലും അത് തുടരും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വികസനം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മാറാത്തത് മാറും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് കൊല്ലം ജില്ലയുടെ ഒരു സമഗ്രമായ വികസനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരു വികസന രേഖ അവതരിപ്പിച്ചുകൊണ്ട് BJP ആണ് കൊല്ലം കോർപ്പറേഷന്റെ ഭരണം നിർവഹിക്കുന്നതെങ്കിൽ കൊല്ലത്തൊരു വലിയ മാറ്റം ഉണ്ടാക്കുവാൻ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ സംബന്ധിച്ച് ഇപ്പൊ കൊല്ലം കോർപ്പറേഷനിലെ കണക്കെടുക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ 2014 ശേഷം നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം കോടിക്കണക്കിന് രൂപ അമൃത് നഗർ പദ്ധതിയിൽ കൊടുത്തിരുന്നു. ആ വെറുതെ വിവരാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ആ തുകകൾ കോടിക്കണക്കിന് രൂപ വിനിയോഗിക്കാതെ ലാപ്സാക്കി കഴിഞ്ഞിട്ടുള്ള കോർപ്പറേഷൻ ഭരണസമിതി. ഇപ്പൊ ഹെൽത്ത് ഗ്രാന്റ് നേരിട്ട് കേന്ദ്ര സർക്കാരുകൾ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് വികസനമാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായ BJPക്ക് ഒരവസരം തരണം എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏറെ ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ത്രികോണ മത്സരം എന്ന് നമ്മൾ പറയുമ്പോഴും ഇടതുപക്ഷവും ഇടതുപക്ഷ വിരുദ്ധരും തമ്മിലുള്ള മത്സരമാണ്. ഇടതുപക്ഷ വിരുദ്ധ ചേരിയിൽ കോൺഗ്രസും BJPയും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് പറയേണ്ടി വരും. കാരണം രണ്ടുപേരുടെയും സാമ്പത്തിക നയങ്ങൾ ഒന്നാണ്. അതുപോലെ തന്നെ കേന്ദ്ര അവഗണന നേരിടുന്നൊരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ റവന്യൂ കമ്മി ഗ്രാൻഡാണെങ്കിലും GST വിഹിതമാണെങ്കിലും അതുപോലെ തന്നെ വിവിധ മേഖലകളിലായിട്ട് 50,000 കോടി രൂപയാണ് ഒരു വർഷക്കാലം കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ് വെട്ടി ചുരുക്കിയിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ വികസനത്തെ ബാധിക്കുന്നൊരു വിഷയമാണ്. പക്ഷേ ആ കേന്ദ്ര അവഗണന തുടരുമ്പോഴും BJP സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൽ UDF പങ്കാളിയാവുന്നില്ല. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയെ അനുകൂലിക്കുന്ന സമീപനമാണ് കേരളത്തിലെ UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു സമീപനമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എതിരായി കേന്ദ്ര ഗവൺമെൻറ് യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ ഈ കേരളം ഭരിച്ചിരുന്ന പാർട്ടി എന്നുള്ള തരത്തിൽ UDF എടുക്കുന്ന സമീപനം BJPക്ക് അനുകൂലവും അതുപോലെ തന്നെ ജനങ്ങൾക്കെതിരുമായിട്ടുള്ള ഒരു നിലപാടാണ്. അധികാര വികേന്ദ്രീകരണ കാര്യത്തിലും BJPയും കോൺഗ്രസും എല്ലാം ഒരേ നിലപാടാണ്. BJP ഒരു ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്ത സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ ഒരു സമീപനം. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ജില്ലാ കൗൺസിലുകളെ പിരിച്ചുവിട്ടത് UDF ആണ്. UDF ഗവൺമെൻറ്റാണ് ജില്ലാ കൗൺസിലുകളെ പിരിച്ചുവിട്ടത്. ഇപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യമൊക്കെ DCC പ്രസിഡന്റ് പറഞ്ഞു. പദ്ധതി വിഹിതം ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ളത് ഏത് ഗവൺമെൻറ്റാണ്? പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നടപ്പാക്കി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അധികാരവും സമ്പത്തും താഴോട്ട് കൈമാറിയെങ്കിൽ മാത്രമേ പ്രാദേശിക സമിതികൾക്ക് വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. പദ്ധതി വിഹിതത്തിൻ്റെ 40% തുക താഴോട്ട് നൽകിയത് കേരളത്തിലെ LDF സർക്കാരാണ്. ജനകീയാസൂത്രണം നടപ്പാക്കിയത് കേരളത്തിലെ LDF സർക്കാരാണ്. അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയത് കേരളത്തിലെ LDF സർക്കാരാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും BJP ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ അവകാശപ്പെടാൻ കഴിയുമോ? 2016 UDF ഗവൺമെൻറ് കാലത്ത് 30,000 കോടി രൂപയാണ് പഞ്ചായത്ത് ഗ്രാൻറ്റ് നൽകിയതാകെ കേരളത്തിൽ. ഈ ഗവൺമെൻറ് കാലത്ത് ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് 70,000 കോടി രൂപ കൊടുത്തു. അതായത് UDF ഗവൺമെൻറ് കൊടുത്തതിൻ്റെ ഇരട്ടിയിലധികം തുകയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് പഞ്ചായത്തുകൾക്ക് ഗ്രാൻറ്റ് കൊടുത്തത്. വർഗീയമായിട്ടുള്ള മതേതര വിഷയത്തിലുള്ള നിലപാട് എന്താണ് UDFും BJPയും? രാജ്യത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സമീപനം BJP സ്വീകരിക്കുമ്പോൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കേരളത്തിൽ അതുപോലെ തന്നെ ഈ മതമൗലികവാദ സംഘടനകളുമായി യോജിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമായി UDF മാറിയിരിക്കുന്നു. SDPI തുടങ്ങിയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് സമരസപ്പെട്ട് BJPയും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ള തരത്തിൽ നമുക്ക് പറയാൻ കഴിയും. മതമൗലികവാദ ശക്തികളുമായി ഐക്യം അല്ലെങ്കിൽ സമരസപ്പെടുന്ന കാര്യത്തിൽ. ഇവിടെ വികസനത്തിൻ്റെ കാര്യം BJP പറയുമ്പോൾ BJP ഭരിക്കുന്ന ഇപ്പോൾ തിരുവനന്തപുരം ഒക്കെ ജയിച്ചുവെന്ന് BJPയുടെ പ്രതിനിധി പറഞ്ഞു. വോട്ട് ചോരി കൊണ്ടാണ് തൃശ്ശൂരിൽ ജയിച്ചത്. ഏറ്റവും ഒടുവിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലവും അതാണ് സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായത്തോടെ, ഞാനതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, വികസനത്തെ മുന്നിൽ നിർത്തിയാണ് വോട്ട് ചോദിക്കുന്നതെങ്കിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ ഈ കേരളത്തിൽ അവകാശമുള്ള ഏക പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് ആധികാരികമായി പറയാൻ കഴിയും. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയതാരാ? LDF ഗവൺമെൻറ്റാണ്. അത് അന്താരാഷ്ട്ര തുറമുഖമായി മാറിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖമായി മാറാൻ പോവുകയാണ്. അതിൻ്റെ പ്രയോജനം കൊല്ലം ജില്ലയ്ക്ക് ലഭിക്കാൻ പോവുകയാണ്. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ച ഇടനാഴി 1000 കോടി ഭൂമി ഏറ്റെടുക്കാൻ ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുന്നു. വലിയ വികസന മുന്നേറ്റം കൊല്ലത്തും അതുപോലെ തന്നെ സമീപ മേഖലകളിലും ഉണ്ടാകാൻ പോവുകയാണ്. ദേശീയപാത വികസനത്തിൻ്റെ കാര്യം BJP പ്രതിനിധി പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ 25% വാങ്ങിയിട്ടുണ്ടോ? പക്ഷേ കേരളത്തോട് വിവേചനമല്ലേ? 5600 കോടി രൂപ ചെലവഴിച്ചു കേരളത്തിലെ ഗവൺമെൻറ്. UDF ഗവൺമെൻറ് കാലത്ത് പരിണത്ത് വെച്ച പദ്ധതിയാണ് ദേശീയപാത വികസനം. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ് ദേശീയപാത വികസനം. അതിനകത്ത് BJP ദേശീയപാത വികസനത്തിന് പണം മുടക്കണ്ടേ? അത് അവരുടെ ഉത്തരവാദിത്തമാണ്, ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കിഫ്ബി വഴി 90,000 കോടി രൂപയുടെ വികസനമാണ് അടിസ്ഥാന മേഖലയിൽ നടപ്പാക്കിയത്. വിദ്യാഭ്യാസ രംഗത്ത് 10,000 കോടി രൂപ, ആരോഗ്യരംഗത്ത് 12,500 കോടി രൂപ ചെലവഴിച്ചു. ഇവിടെ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആരോഗ്യ സംവിധാനത്തിൽ LDF ഗവൺമെൻറ് കാലത്ത് വന്നിട്ടുള്ള മാറ്റം അതിശയകരമായിട്ടുള്ള മാറ്റമാണ്. UDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ആശുപത്രികൾ പഞ്ഞിയില്ല, മരുന്നില്ല, നഴ്സില്ല, ഡോക്ടർമാരില്ല. അനാഥമായിട്ടുള്ള കേന്ദ്രങ്ങളായി കേരളത്തിലെ ആതുരാലയങ്ങൾ മാറിയ സ്ഥാനത്താണ് നമ്മുടെ ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യവസായ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ. കശുവണ്ടിയുടെ കാര്യം പറഞ്ഞു, ഞാൻ ചുരുക്കിയാണ്. UDFൻ്റെ കാലത്ത് PFും ESIയും അടച്ചിരുന്നില്ല. പെൻഷനായ തൊഴിലാളികൾക്ക് കുടിശ്ശിക കൊടുത്തിരുന്നില്ല, അവരുടെ പണം കൊടുത്തിരുന്നില്ല. LDF ഗവൺമെൻറ് വന്നിട്ടാണ് അത് കൊടുത്തത്. ഈ ഗവൺമെൻറ് വന്നിട്ട് 5000 കശുവണ്ടി തൊഴിലാളികൾക്ക് ജോലി കൊടുത്തു. 10,000 പേർക്ക് കൂടി ജോലി കൊടുക്കാനുള്ള നടപടികൾ നീക്കുകയാണ്. PSC വഴി 3 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്. 4.25 ലക്ഷം പട്ടയം ഈ ഗവൺമെൻറ് കൊടുക്കുകയുണ്ടായി.
വീടിൻ്റെ കാര്യം പറഞ്ഞു, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ UDF പ്രതിനിധി പറഞ്ഞുകൊണ്ടാണ്. എത്ര വീടാണ് നിങ്ങളുടെ കാലത്ത്? 40,000 താഴെ വീടാണ് ഗവൺമെൻറ് ആകെ കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. 40,000 താഴെ വീടുകൾ. ഈ ഗവൺമെൻറ് കാലത്ത് 9.5 വർഷക്കാലം കൊണ്ട് 6 ലക്ഷത്തിലധികം വീടുകൾ കൊടുത്തു എന്ന് ആധികാരികമായി പറയാൻ കഴിയും. 6 ലക്ഷത്തിലധികം വീടുകൾ. അതുപോലെ ക്ഷേമ പദ്ധതികൾ, പെൻഷൻ 18 മാസം കുടിശ്ശിക നിങ്ങൾ വരുത്തി. പക്ഷേ ഞങ്ങൾ 1,600 രൂപ പെൻഷൻ അതുപോലെ തന്നെ 2,000 ആക്കി വർദ്ധിപ്പിച്ചു. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു. കേരളത്തിൽ UDF മുൻപ് ഒരിക്കലുമില്ലാത്ത തരത്തിൽ വൻപിച്ച വിജയത്തിൽ വരും. അത് വെറുതെ പറയുന്ന കാര്യമല്ല. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും. ഇത്രമാത്രം ജനങ്ങൾ വെറുത്ത ഒരു ഗവൺമെൻറ് കേരളം ഭരിച്ചിട്ടില്ല. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം പോലും അപഹരിച്ച് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ, ഈ പാർട്ടിയുടെ മാത്രമല്ല, ഇപ്പോൾ 2 പേരകത്ത് കിടപ്പുണ്ട്. CPIയുടെ മെമ്പർമാർ, ദേവസ്വം ബോർഡിലെ മെമ്പർമാർ ക്യൂ നിൽക്കുക. വളരെ കഷ്ടമല്ലേ? വിശ്വാസികൾ ഈ CPIM-നും നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമോ? ചെയ്യില്ല. ഈ കൊല്ലം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ, കൊല്ലം ജില്ലയിലെ കോർപ്പറേഷൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനിൽ വെച്ച് ഏറ്റവും മോശമായ കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനാണ്. എന്തുണ്ട് ഇവിടെ? എന്ത് വികസനമാണുള്ളത്? അഷ്ടമുടിക്കായൽ എന്ന് പറയുന്ന, നമുക്ക് ഈ കോർപ്പറേഷൻ്റെ ചുറ്റും കിടക്കുന്ന ആ കായൽ മലീമസമാണ്. ഇതിനു വേണ്ടി, ഇത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കോടാനുകോടി രൂപ കൊല്ലം കോർപ്പറേഷന് കിട്ടിയിട്ടുണ്ട്. അതുപയോഗിച്ച് അവിടെ ശുദ്ധീകരണം ഒന്നും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, കൊല്ലത്തെ മുഴുവൻ വേസ്റ്റുകളും, ആശുപത്രിയിലെ മാലിന്യം ഉൾപ്പെടെ, ഹോട്ടലുകളിലെ മാലിന്യം ഉൾപ്പെടെ മുഴുവൻ തുറന്നു വിട്ടിരിക്കുന്നത് അഷ്ടമുടിക്കായലിലേക്ക്. പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ കൊല്ലം കോർപ്പറേഷൻ അടിസ്ഥാനപരമായ എന്തെങ്കിലും ആവശ്യം കൊല്ലം കോർപ്പറേഷൻ നടപ്പാക്കുന്നുള്ളൂ. ഒരു ക്രമറ്റോളജി, ഒരു ശ്മശാനം. ഈ കൊല്ലം ജില്ലയിൽ പണ്ട് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഉണ്ടായിരുന്ന കാലത്ത് 2 ശ്മശാനമുണ്ട്. ഇപ്പോഴും അതുണ്ട്. ഇപ്പോഴും ആ സൗകര്യം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ബാക്കിയുള്ള ആധുനികമായ സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പം ഈ കൊല്ലം കോർപ്പറേഷനിൽ അതൊന്നും നടത്തിയിട്ടില്ല. ഒരു സ്ലോട്ടർ ഹൗസ് ഉണ്ടോ? നമ്മളൊക്കെ മാംസം കഴിക്കുന്നവരാ. കൊല്ലത്ത് മാംസം കഴിക്കുന്നവർ സൂക്ഷിച്ചു വേണം കഴിക്കാൻ. കാരണം മറ്റൊന്നുമല്ല, ഹോട്ടലിൽ കഴിക്കുന്നവർ. കാരണം ഇതിന് ഒരു പരിശോധനയും ഇല്ലാതെ ഏത് ക്ഷയരോഗമുള്ള മൃഗങ്ങളെയും കൊണ്ടുവന്ന് വെട്ടി വെക്കുന്നതിനുള്ള സൗകര്യം കൊല്ലം കോർപ്പറേഷൻ ഒരു നിയന്ത്രണവുമില്ല. കൊല്ലം തോട് വികസിപ്പിക്കുന്നതിന് എവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കൊല്ലം കോർപ്പറേഷനെ പോലെ ഇത്രയും വലിയ അഴിമതി നടന്ന ഒരു കോർപ്പറേഷൻ, ഇത്രയും വികസനമില്ലാത്തൊരു കോർപ്പറേഷൻ കേരളത്തിൽ ഇല്ല, ഇന്ത്യയിൽ വേറെ ഇല്ല. അടിയന്തരമായി ഇത് മാറേണ്ടിയിരിക്കുന്നു. കൊല്ലം കോർപ്പറേഷൻ ഭരണം എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി പലപ്പോഴും പല ന്യായങ്ങൾ പറഞ്ഞ് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരും. കൊല്ലം ജില്ലയിലെ തൊഴിൽ മേഖല പരിശോധിച്ചാൽ രാജേന്ദ്രൻ പ്രസാദ് സാർ പറഞ്ഞു കശുവണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യം. കശുവണ്ടിയിൽ ആ വ്യവസായം തകർത്തില്ലേ? നമ്മുടെ ആരോഗ്യ മേഖല എങ്ങനെയാണ്? കൊല്ലം ആശുപത്രി മാത്രമല്ല, പാരപ്പള്ളി മെഡിക്കൽ കോളേജ്. പാരപ്പള്ളി മെഡിക്കൽ കോളേജ് എന്നുള്ള പേരേ ഉള്ളൂ, ബോർഡേ ഉള്ളൂ. മെഡിക്കൽ കോളേജിന് ഒരു സൗകര്യമില്ല. അവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ല. അവിടുത്തെ യാതൊരു കാര്യവും നോക്കാൻ ഗവൺമെൻറ് ശ്രദ്ധയില്ല. അതൊക്കെ ഈ കൊല്ലം ജില്ലയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സഹായിക്കാനാണ്. ഇവിടെ മെഡിക്കൽ കോളേജിനേക്കാൾ വലിയ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുണ്ട്, അല്ലാത്ത കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജുണ്ട്, ആശുപത്രിയുണ്ട്. ഇതിനെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് ആവശ്യമായ ഒരു സജ്ജീകരണങ്ങളും സഹായവും ഈ ഗവൺമെൻറ് ചെയ്യുന്നില്ല. അതൊക്കെ CPIM-മായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങളാണ് ഇതൊക്കെ നടത്തുന്നത്. അതുപോലെ നമ്മുടെ റോഡിൻ്റെ കാര്യത്തിൽ ഇവിടെ റെയിൽവേയെക്കുറിച്ച് ബഹുമാനപ്പെട്ട BJPയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഇവിടെ റെയിൽവേ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള പദ്ധതിയാണ്. പക്ഷേ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപയ്ക്ക് വികസിച്ചത് ഇവിടെ ഒരു MP ഉള്ളതുകൊണ്ടാണ്. NK പ്രേമചന്ദ്രൻ ഒരു MP അതിനുവേണ്ടി പാർലമെന്റിലും അതുപോലെ റെയിൽവേ മന്ത്രാലയത്തിൽ ശ്രമിച്ചതുകൊണ്ടാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വർദ്ധിച്ചത്. MP-യുടെ പ്രവർത്തന ഫലമായിട്ടൊരു പുതിയ ഹൈവേ, അറിയാമല്ലോ, കടമ്പാകോട്ട് കൊണ്ടു നിന്ന് ശ്രീ സുബാലൻ്റെ മണ്ഡലത്തിൽ ചെന്ന് അവസാനിക്കുന്ന റോഡ്, പുതിയ കൊല്ലത്തിൻ്റെ വികസനത്തിനും ഒരു മാതൃക കൊല്ലം വികസിക്കാൻ പോവുകയാണ്. അത്തരം കാര്യങ്ങളിലൊന്നും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പങ്കുമില്ല. ഇവിടെ എല്ലാ മേഖലകളിലും അഴിമതി കൊണ്ട് നിറഞ്ഞിരിക്കുക.
ഏത് കാര്യമെടുത്താലും, കോർപ്പറേഷൻ്റെ കാര്യത്തിലെടുത്താലും. പിന്നെ ചിരിക്കാനുള്ള വകയാണ് ശ്രീ ജയമോഹൻ പറഞ്ഞത്, ഈ കൊല്ലം ജില്ലയിലെ മുട്ട മുഴുവൻ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. എത്രയോ അബദ്ധം അറിയാം. നാമക്കലിൽ നിന്ന് വരുന്ന ലോറികൾ, ഓരോ ദിവസവും വരുന്ന ലോറികൾ മുട്ടയായിട്ട് വരുന്ന, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കാരണം ഇവിടെ ഒന്നിനും നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ പോലെ ഇത്രയും തെരുവ് നായ്ക്കൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ ഈ കോർപ്പറേഷനോ പഞ്ചായത്തോ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പുറകിലാണെന്നുള്ള കാര്യം. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 22 പഞ്ചായത്ത് മാത്രമേ ഇവിടെ അധികാരത്തിൽ വന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളാ. എവിടെയെങ്കിലും ഒരു ഈ തെരുവ് നായ്ക്കളെ ഒന്ന് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ല. ഒരു കാര്യത്തിലും ഒരു വികസനവും ഇല്ലാത്ത ഇപ്പോഴും വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ചില മാർഗങ്ങൾ അവർ ഉൾപ്പെടുത്തിക്കുന്നു. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും കേരളത്തിലെ പ്രചാരമുള്ള ഒരു പത്രം ചെയ്ത ഒരു റിപ്പോർട്ടുണ്ട്. എന്താണെന്നറിയാം? കൊല്ലം ജില്ല വരുന്നത് 74 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു അഷ്ടപടിക്കായലിലേക്കുള്ള പാലം, പകുതി വരെ പണിഞ്ഞു നിർത്തിയിരിക്കുന്ന പാലം പൂർത്തീകരിക്കാൻ എന്നാര് പറഞ്ഞിരിക്കുന്നു? ഒരു MLA പറഞ്ഞിരിക്കുന്നു, അവകാശപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ വിഷയം പത്രത്തിൽ വന്നപ്പോൾ തന്നെ കളക്ടറോട് പറഞ്ഞു, ഇത് തെരഞ്ഞെടുപ്പ് ലംഘനമാണ്. ഞാൻ കിഫ്ബിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഒരു പൈസ അനുവദിച്ചിട്ടില്ല. ആ പത്രത്തിൻ്റെ ബഹുമാന്യരായ ലേഖകന്മാരുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഇന്ന് തന്നെ കിഫ്ബി തിരുവനന്തപുരത്ത് ഓഫീസിൽ വിളിച്ചു ചോദിക്കൂ, അങ്ങനെ പൈസ അനുവദിച്ചു. 74 കോടി രൂപയല്ല, 74 പൈസ അനുവദിച്ചിട്ടില്ല. ഇതൊക്കെ വോട്ട് പിടിക്കാനാ. ഇപ്പം ഫാറം പൂരിപ്പിക്കലാണ് ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഏതെങ്ങനെ അറിയാമോ? 1000 രൂപ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുകയല്ല. ഇത് ഇവിടെ 60 വയസ്സ് താഴെയുള്ള വനിതകൾ ആരൊക്കെ ഉണ്ട്, പൂരിപ്പിച്ചോ. ഇത് പൂരിപ്പിച്ച് ഫാറോട് നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ 1000 രൂപ. പെൻഷൻ വർദ്ധിപ്പിച്ചു 400 രൂപ. ഇപ്പോഴാണ് വർദ്ധിക്കുന്നത്. 21 തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഇവർ പറഞ്ഞിരുന്നത് 2500 രൂപയ്ക്കൊന്നും. അത് മുൻകൂട്ടി അത് കൊടുക്കണം. ഏതാ? 21 മുതൽ ഇതുവരെയുള്ള കുടിശ്ശിക ചേർത്ത് കൊടുത്താൽ മനസ്സിലാവും. അല്ല 400 രൂപ വർദ്ധിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ട് തെരഞ്ഞെടുപ്പായപ്പോൾ 400 രൂപ വർദ്ധിപ്പിച്ചാൽ മതിയോ? 2500 എന്താ കൊടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കണം, അത് കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കണം. അങ്ങനെ ഇത്തരത്തിൽ ആളുകളെ മയക്കി വോട്ട് വാങ്ങിക്കാം എന്ന് 2020-ലും 2015-ലും ഒക്കെ വിചാരിച്ചതുപോലെ ഇടതുപക്ഷ മുന്നണി വരുമെന്ന് പറഞ്ഞാൽ വരില്ല. കൊല്ലം കോർപ്പറേഷൻ ഞാൻ ആധികാരികമായി പറയുന്നു, UDF അധികാരത്തിൽ വരും. 6 ലക്ഷം കോടിയിലധികം കടം ബാധ്യതയുള്ള കേരള സംസ്ഥാനത്ത് ഒരിക്കൽ കിറ്റ് കൊടുത്ത് വീണ്ടും അധികാരത്തിൽ വന്നു, വീണ്ടും പെൻഷൻ വർദ്ധിപ്പിച്ചും ചെറിയ ചെറിയ തുകകൾ കൊടുത്തും വീണ്ടും അധികാരത്തിൽ വരാമെന്ന് ചിന്തിക്കുന്ന ഈ അവസരത്തിൽ LDF വീണ്ടും വരുമെന്നാണോ നാം ധരിക്കേണ്ടത്? അല്ല. UDFൻ്റെ ഒരു ഭരണം ഉണ്ടാകും എന്നുള്ളതിന് തീർച്ചയാണ്. അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ കൊല്ലം കോർപ്പറേഷനെ കുറിച്ച് വിശദമായി പലരും സംസാരിച്ചു. ഒരു കോർപ്പറേഷൻ്റെ ആധികാരികമായ ചുമതല ആ പ്രദേശത്തെ നിവാസികളുടെ വെൽഫെയറാണ്. എന്നിരിക്കെ ഇവിടുത്തെ വേസ്റ്റ് മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനത്തിന് 150 കോടിയോളം രൂപ മുടക്കി കോർപ്പറേഷൻ പല പദ്ധതികളും ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 25 കോടി രൂപ മുടക്കി ഒരു പ്ലാന്റ് തയ്യാറാക്കിയിട്ട് ഈ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി പ്ലാന്റ് തയ്യാറാക്കിയിട്ട് അതൊരു ട്രയൽ റൺ നടത്താൻ പോലും കൊല്ലം കോർപ്പറേഷന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി 55 ഡിവിഷനുകളിലായി അതിനുള്ള സജ്ജീകരണത്തിന് വാങ്ങിയ പെട്ടി ഓട്ടകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗശൂന്യമായി നശിച്ച് അത് ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കേണ്ടുന്ന ഒരു സ്ഥിതിയും നമ്മൾ കണ്ടതാണ്. കെടുകാര്യസ്ഥതയാണിതെല്ലാം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായിട്ടൊരു കോർപ്പറേഷനിലെ ആവശ്യം കുടിവെള്ള പദ്ധതി. അതിനകത്ത് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം കുടിവെള്ള പദ്ധതിയിലോ മറ്റു കാര്യത്തിലോ വൃത്തിയാക്കുന്നതിലോ രാഷ്ട്രീയം ആർക്കുമില്ല. അങ്ങനെയാണ് ഞാൻകടവ് കുടിവെള്ള പദ്ധതി രൂപീകരിക്കുന്നത്. 2018 തുടങ്ങിയത്. 20-ലും 22-നും ഇടയ്ക്ക് പൂർത്തീകരിക്കേണ്ടതാണ്. കാരണം നമുക്ക് ശാസ്താംകോട്ടയിൽ നിന്നുള്ള വെള്ളത്തിനുള്ള പരിധിയും അതിൻ്റെ പ്രഷറും അതിൻ്റെ പരിമിതിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കല്ലടയാറ്റിൽ നിന്ന് വെള്ളമെടുത്ത് അത് സംസ്കരിച്ച് സ്റ്റോർ ചെയ്ത് വിതരണം ചെയ്യാനുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻകടവ് പദ്ധതി ആവിഷ്കരിച്ചത്. പക്ഷേ അത് നാളിതുവരെയും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഈ അവസാനം പറഞ്ഞ ബഡ്ജറ്റിൽ പോലും 100 കോടി രൂപ അതിനു വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. ഈ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, അതിനെ സർവേ നടത്തുന്നു, സർവേ നടത്തുന്നതിന് ചെലവുകൾ വഹിക്കുന്നു, എന്നിട്ട് പദ്ധതികൾ ക്യാൻസൽ ചെയ്യുന്നൊരു പദ്ധതിയും കൊല്ലം കോർപ്പറേഷനിലുണ്ട്. അത് വളരെ വിചിത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? മനസ്സിലാക്കണം. ഒരു പദ്ധതി പ്ലാൻ ചെയ്യും, അത് പഠിക്കാനൊരു കമ്മിറ്റി ഏൽപ്പിക്കും, ആ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കും. അപ്പോൾ ആ കമ്മിറ്റിക്ക് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഒരു ഫീസുണ്ട്. ആ ഫീസ് കൊടുത്ത് കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ
ഈ റിപ്പോർട്ട് പഠിച്ചിട്ട് ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. പക്ഷേ ഫീസ് എന്തായാലും കൊടുത്തേ പറ്റൂ. അങ്ങനെ ഒരുപാട് പദ്ധതികൾ കൊല്ലം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് നേരത്തെ സ്ലോട്ടർ ഹൗസിൻ്റെ കാര്യം പറഞ്ഞു. ആ സ്ലോട്ടർ ഹൗസ് നശിക്കുന്ന മാത്രമല്ല, അതിലേക്ക് ഉണ്ടാക്കി വെച്ച കോടിക്കണക്കിന് രൂപയുടെ ബയോഗ്യാസ് പ്ലാന്റ് വരെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് ബഡ്ജറ്റിൽ 2 കോടി രൂപ സ്ലോട്ടർ ഹൗസിന് വീണ്ടും അനുവദിക്കുകയാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരുമില്ല എന്നുള്ളൊരു ഭാവം ആണ് LDF ഗവൺമെൻറ് അല്ലെങ്കിൽ കോർപ്പറേഷൻ അധികാരികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരാൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം ഞങ്ങൾ പല യാത്രകൾ സംഘടിപ്പിക്കുകയും പൊതുജനങ്ങളുമായി ഇടപെടുകയും ചെയ്യുമ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജനങ്ങൾ അത്രമാത്രം പൊറുതിമുട്ടിയിരിക്കുകയാണ് കൊല്ലം കോർപ്പറേഷനിൽ ഭരണ സംവിധാനത്തിൽ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സാധാരണ കുട്ടികൾ വന്ന് കളിക്കുന്ന ഒരു സ്ഥലമുണ്ട് സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ട്, പീരങ്കി മൈതാനത്ത് കോഴി വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ അവധി ദിവസങ്ങളിൽ കൊച്ചുകുട്ടികൾ പോയി കളിക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ കോഴി വേസ്റ്റിൻ്റെ ചോരയും അതിൻ്റെ അഴുക്കുമെല്ലാം വിടർന്ന് അത് വളരെ മോശമായിട്ട് കുട്ടികൾക്ക് അസുഖങ്ങളുണ്ടാകുന്നു. പലപ്പോഴായിട്ടും നമ്മൾ മാധ്യമ സുഹൃത്തുക്കൾ പല മീഡിയയിലൂടെയും റിപ്പോർട്ട് ചെയ്തതാണ്. എന്നിട്ട് പോലും അതിനൊരു നടപടിയെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. കാര്യം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കളിസ്ഥലങ്ങൾ കുട്ടികൾ കൊടുത്തില്ലെങ്കിൽ അവർ ലഹരി മാർഗത്തിലേക്ക് പോകുന്നു എന്ന് നാം എല്ലാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോർപ്പറേഷൻ പരിധിയിനകത്തുള്ള സ്ഥലങ്ങൾ കളിസ്ഥലമായി മാറ്റിക്കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരു അപേക്ഷ കൂടി ഇത് കുറ്റപ്പെടുത്തലും മാത്രമായിട്ടില്ല, ഒരു അപേക്ഷ കൂടി ഇതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ്. അത്രമാത്രം വേദനാജനകമാണ് കൊല്ലത്തെ ഭരണ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ മാർക്കറ്റിൻ്റെ സ്ഥിതികൾ. ഞാനിത് കൊല്ലം കോർപ്പറേഷനെ ബേസ് ചെയ്താൽ പറയുന്നത്. കാര്യം ബാക്കിയുള്ള ജില്ലാ ബേസ് ചെയ്ത് പല കാര്യങ്ങളും DC പ്രസിഡന്റ് സൂചിപ്പിച്ചതുകൊണ്ട് കൊല്ലം മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പോളയത്തോട്ടിൽ ഒരു വലിയ ഒരു സമുച്ചയം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പോയി കാണണം. ഞാൻ അതിൻ്റെ വീഡിയോ സഹിതം ഇന്നലെ പോയി എടുത്തതാണ്. അതിൻ്റെ താഴത്തെ ഫ്ലോറിൽ ഒരു ദിവസം മഴ പെയ്താൽ അത് ഒരാഴ്ച അല്ലെ 2 ആഴ്ചത്തേക്ക് അതിനകത്ത് വെള്ളം നിറഞ്ഞു കിടക്കും. അത്രമാത്രം അശാസ്ത്രീയമായ പദ്ധതി. അപ്പോൾ ആർക്കോ കുറച്ച് പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണോ ഇതെല്ലാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നല്ലപോലെ ഫൗണ്ടേഷൻ ഉയർത്തിക്കൊണ്ട് അവിടെ ഒരു നല്ല വൃത്തിയായിട്ടൊരു എഞ്ചിനീയറിംഗിൽ നല്ലൊരു പദ്ധതി അവിടെ ചെയ്യാമായിരുന്നു. അത്രയും സ്ഥലം വേസ്റ്റായിപ്പോയി. അവിടെ താഴോട്ട് കടകൾ കൊടുക്കാനോ കാർ പാർക്ക് ചെയ്യാനോ ഒന്നും സംവിധാനമില്ലാത്ത രീതിയിലേക്ക് ആ മാർക്കറ്റ് അധംപതിച്ചിരിക്കുകയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർ പുതിയ പദ്ധതികൾ എന്താ പറയുന്ന കൊല്ലം പൂരം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ പോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കൂടുതൽ പൈസ സംഘടിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക എന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുശ്മശാനത്തിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ ഞാൻ അതിൻ്റെയും ഫോട്ടോഗ്രാഫ്സും വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ വെറുതെ ഒരു കാര്യം മാധ്യമത്തിന് മുമ്പ് പറയുകയല്ല. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ ഇപ്പോഴും ആ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അതിനുള്ള പുതിയ ഗ്യാസിൻ്റെയോ ഇലക്ട്രിസിറ്റിയുടെയോ ക്രിമിനേഷൻ സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഞാനിവിടെ വന്നത് ഇത് പറയുന്നത്. അതുപോലെ ആരോഗ്യ മേഖലയിൽ നേരത്തെ പറഞ്ഞു, ഹോസ്പിറ്റലിലെ കേസുകൾ പറഞ്ഞു. ഈ ഹോസ്പിറ്റലിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങൾ പോട്ടെ, അവിടെ നമ്മൾ ഒരു ഓപ്പറേഷൻ പോകുമ്പോൾ പഞ്ഞിയും സൂചിയെ കൊണ്ടുപോകണമെന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്ര ദയനീയമാണ്. പക്ഷേ ഞാൻ കൊല്ലത്തെ കാര്യം നിന്ന് പറയുമ്പോൾ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ പുറത്ത്, വിക്ടോറിയ ഹോസ്പിറ്റലിലേക്ക് പുറത്തുള്ള തട്ടുകടകൾ എത്രമാത്രം വൃത്തിഹീനമായ ആ തട്ടുകടകൾ ആ നിരന്ന റോഡ് സൈഡിലിരിപ്പുണ്ട്. കോർപ്പറേഷൻ ഈസിയായി അത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ട്രേഡ് യൂണിയനുകൾ അല്ലെങ്കിൽ അവരുടെ നേതാക്കളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധം ഇതിന് പിന്നിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരെങ്കിലും ബങ്കുകൾ ക്ലിയർ ചെയ്യാൻ പറഞ്ഞാൽ അതിന് സ്റ്റേ വരുന്ന പിന്നെ അതിനുശേഷം കോർപ്പറേഷൻ ഇടപെടുന്നു. അപ്പം വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം ഓൾറെഡി അവിടെ ഉണ്ട്. അതിനിടയിലാണ് ഈ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത്. ആ ഹോസ്പിറ്റലിനകത്തുള്ള സ്ഥിതി അതിനേക്കാളും മോശമാണ്. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ വിക്ടോറിയ ഹോസ്പിറ്റലിൽ ഇപ്പോൾ റീസെൻ്റ്ലി 2.7 കോടി രൂപയാണ് അവർക്ക് ഫണ്ട് അനുവദിച്ചത്. കോടിക്കണക്കിന് രൂപ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്. ഇത് എങ്ങോട്ട് പോകുന്നു? ഇതിനുള്ള റിസൾട്ട് എന്താണ്? എനിക്ക് ഒരൊറ്റ കാര്യം MLA ഇരിക്കുന്നുണ്ട്, ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഫാം ടൂറിസം എന്ന് പറഞ്ഞൊരു അതിമനോഹരമായ ഒരു സങ്കല്പമുണ്ട്. കൊല്ലത്ത് വേറൊരു സ്ഥലത്തും ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഫാം ടൂറിസം. ഇതിനു മുൻപ് രാജു സാറ് മിനിസ്റ്ററായിരുന്ന സമയത്ത് വരെ ഞങ്ങളത് ഒരു പ്രോജക്റ്റ് ഫോർവേഡ് ചെയ്തായിരുന്നു. പുനലൂർ ബേസ് ചെയ്തൊരു വലിയൊരു ഫാം ടൂറിസം നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പദ്ധതികൾ കൊല്ലം കോർപ്പറേഷനിൽ ചെയ്യാൻ സാധിക്കും, കൊല്ലം മേഖലയിൽ ചെയ്യാൻ സാധിക്കും. അതിനുള്ളൊരു അവസരം ഞങ്ങൾക്ക് നൽകുമെന്നുള്ള പൂർണ്ണ ഉറപ്പോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇക്കുറി UDF ഇല്ലം കട്ടവരെ പുറത്താക്കിയിട്ട് ഇല്ലം കട്ടവരെ കൊല്ലത്തിന് വേണ്ട എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കുന്നതായിരിക്കും. താങ്ക് യു. ഒന്ന് നമ്മുടെ ചോദ്യാർത്താവ് ഒരാശങ്ക പ്രകടിപ്പിച്ചു. CPM CPI വലിയ തർക്കത്തിലാണ്. CPM-ൽ നിന്ന് CPI-യിലേക്കും CPI-യിൽ നിന്ന് CPM-ലേക്കും ചില സഹാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കോൺഗ്രസിൽ നിന്ന് ആളുകൾ മാറുന്നത് എങ്ങോട്ടാണ്?
കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ ജാഥയായി പോയി ചേരുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്കാണ്, BJP-യിലേക്കാണ്. ഇപ്പോൾ ശ്രീ കെ കരുണാകരൻ്റെ മകൾ മാറിയിട്ട് എങ്ങോട്ടാണ് പോയത്? കോൺഗ്രസ് എസ്സിലല്ലല്ലോ പോയത്, NCP-യിലേക്കാണോ പോയത്? അതോടൊപ്പം തന്നെ ആൻ്റണിയുടെ മകൻ മാറിയത് NCP കോൺഗ്രസ് എസ്സിലേക്കും അല്ലല്ലോ പോയത്, അദ്ദേഹം മുസ്ലിം ലീഗിലേക്കാണോ പോയത്? BJP-യിലേക്കാണ് പോകുന്നത്. കൂട്ടത്തോടെ ജാഥയായി കോൺഗ്രസ് ചെയ്ത് BJP-യിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു അമ്മ പെറ്റ മക്കളാണ് CPI CPM. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ അശുദ്ധകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കാം. വളരെ ഐക്യത്തോടെയും യോജിപ്പോടെയും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. CPM-ഉം CPI-യും ഐക്യത്തോടെ മത്സരിച്ചാൽ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അത് കഴിഞ്ഞ കാലത്ത് തെളിയിച്ചിട്ടുണ്ട്. അതുതന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് ചോദ്യകർത്താവിന് യാതൊരു ആശങ്കയും വേണ്ട. റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം. കഴിഞ്ഞ കാലങ്ങളിലെ റിസൾട്ടും അതുതന്നെയാണ് തെളിയിച്ചിട്ടുള്ളത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിക്കുന്നത്. CPI-യും CPM-ഉം തമ്മിൽ ആശയക്കുഴപ്പമില്ല. പ്രവർത്തകർ CPI-യിലേക്കോ അല്ലെങ്കിൽ CPM-യിലേക്കോ ഒക്കെ പോകുന്നത് ആദ്യത്തെ സംഭവമല്ല. മുൻകാലങ്ങളിലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം വിഷയങ്ങളെ പാകമായി കൈകാര്യം ചെയ്യുവാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് വെറും കക്ഷികളുടെ ഒരു കൂട്ടായ്മയല്ല, ഇതൊരു വലിയ ആശയമാണ്. പല ലക്ഷ്യങ്ങൾ മുൻനിർത്തി, പുരോഗമന നിലപാടുകൾ മുൻനിർത്തി രൂപീകരിച്ചൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ മുന്നണി മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഐക്യത്തോടെ LDF ഈ ജില്ലയിൽ മുന്നോട്ട് പോകും. LDF-ൽ തർക്കങ്ങളില്ല. ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് CPI-യും CPM-ഉം നേതൃത്വം നൽകി ഈ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും മികച്ച വിജയം കരസ്ഥമാക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരസ്ഥമാക്കും. ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് BJP-ക്കുള്ള നിലപാട് നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ്. ആ അനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കണം. പക്ഷേ അന്നത്തെ രൂപത്തിലും ഭാവത്തിലുമുള്ള സമരങ്ങൾ ഇന്ന് ഇല്ല എന്ന് നിങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അന്ന് നിങ്ങൾക്കറിയാം, ഒരു പോലീസ് സംവിധാനം ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി കേരളത്തിലെ ADGP-മാരടക്കമുള്ളവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് വാശി പിടിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായി ആ സമരം വളരെ വ്യാപകമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഭരിക്കുന്ന കക്ഷി തന്നെ സ്വർണം കട്ടുപോകുന്ന സാഹചര്യം. അപ്പം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. പക്ഷേ ആ ശബരിമലയെ സംബന്ധിച്ചിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് വളരെ കൃത്യമായ അന്വേഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും പക്ഷേ സമരത്തിൻ്റെ കാര്യത്തിൽ BJP ഒട്ടും പിറകോട്ട് പോയില്ല. ആയിരക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുള്ള സെക്രട്ടേറിയറ്റ് വിരോധം, ജില്ലാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സമരങ്ങൾ, മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള സമരങ്ങൾ നിരവധി തവണകളായി കഴിഞ്ഞ 1-2 മാസക്കാലമായി പാർട്ടി നടത്തുന്നുണ്ട്. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. അത് ഞങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയുടെ ഒരു ഭാഗമാണ്. ലീഗിന് ആ സീറ്റ് വേണ്ട. അവിടെ ഇപ്പോൾ SC ജനറലാണ്. അവർക്ക് സ്ഥാനാർത്ഥിയൊക്കെ നിർത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. പകരം ഒരു സീറ്റ് ആവശ്യപ്പെട്ടിരുന്നതോടെ അവർ അഞ്ചലാണ്. ആ സീറ്റിനെ സംബന്ധിച്ച് ചില ധാരണകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ആ കാര്യത്തിൽ യാതൊരു അഭിപ്രായവ്യത്യാസവും ഉണ്ടാവില്ല. ഒരു മര്യാദകേടും കോൺഗ്രസും ലീഗും തമ്മിൽ കാണിച്ചിട്ടില്ല. ഈ കൂട്ടപ്പാച്ചിലെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പ്രയോഗം മാത്രമാണ്. അല്ല, പറയട്ടെ, ഞാനതിൻ്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിലൊരു വിഷയമല്ല. CPI-യിൽ നിന്ന് CPM-ലേക്കും CPM-ൽ നിന്ന് CPI-യിലേക്കും ഒക്കെ മുൻകാലങ്ങളിലും ചില സഹാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് LDF-ൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് അതിനെ കാണേണ്ടതില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമല്ല, അപ്രസക്തമായ കാര്യമാണ്. LDF യോജിച്ച് ഐക്യത്തോടെ കൂട്ടായി വളരെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. അല്ല,
LDFിനെ സംബന്ധിച്ച് അതിൻ്റെ സീറ്റ് വിഭജനം വളരെ ഐക്യത്തോടെയാണ് ജില്ലയിൽ പൂർത്തീകരിച്ചത്. ജില്ലാതലത്തിലൊന്നും ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങൾ കൂടുതലൊന്നും ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. പ്രാദേശിക തലത്തിലും നിയമസഭാ മണ്ഡലം തലത്തിലും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് പരിഹരിച്ചു. ഇനി ഏതെങ്കിലും പ്രദേശത്ത് സഹകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഇച്ഛാശക്തി LDFിനുണ്ട്. അത്തരം വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ LDF മുന്നോട്ട് പോകും. ഒരാൾ കേസിൽ പ്രതിയായാൽ ഉടൻ കുറ്റവാളി എന്നല്ലല്ലോ നമ്മുടെ. അങ്ങനെയാണെങ്കിൽ DCC പ്രസിഡന്റ് കശുവണ്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് കുറ്റവാളിയാണോ നിരപരാധിയാണോ? അപ്പോൾ ഒരാൾ കേസിൽ പ്രതി ആകുന്നതോടുകൂടി അയാൾ കുറ്റവാളി ആകൂല. എന്നാൽ വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും സംഭവങ്ങൾ നമുക്ക് യോജിക്കാനൊക്കാത്തതുണ്ടായാൽ നിഷ്പക്ഷമായി സംസ്ഥാന ഗവൺമെൻറ് അന്വേഷിക്കുകയും അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ കൊല്ലത്ത് വന്നപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതാണ് CPMൻ്റെ നിലപാട്. ആ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലും അത് തന്നെയാണ് സ്വീകരിച്ചു വരുന്നതെന്നുള്ള. ഒരു കുറ്റവാളിയെയും ഏതെങ്കിലും കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുന്നവരുമായി കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമേ CPMന് ഇല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള. വഴിയോര കച്ചവടം നടത്തുന്ന ആളുകൾ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരും തൊഴിലാളികളുമാണ്. ആ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ ഇടപെടും എന്ന കാര്യത്തിലൊരു തർക്കമില്ല. എന്നാൽ വഴിയോര കച്ചവടം നടത്തുന്ന പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ആർക്കെങ്കിലും മാർഗതടസ്സം സൃഷ്ടിക്കുകയോ ഏതെങ്കിലും വ്യാപാരിക്കോ സ്ഥാപനങ്ങൾക്കോ ഉണ്ടെങ്കിൽ ഒരു പരാതിയും വരാതെ അവർ തന്നെ സ്വമേധയാ മാറി അവരുടെക്ക് ഐഡൻറ്റിറ്റി കാർഡും മറ്റും കൊടുത്തിട്ടുള്ള പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ മാറി ഇരിക്കുക എന്നത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എവിടെങ്കിലും പരാതികൾ അത്തരത്തിൽ വന്നാൽ അവർ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ സൗകര്യപ്രദമായി അവർക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റി ഇരുത്തി വ്യാപാരം നടത്താൻ സഹായിക്കും എന്നതാണ് ഞങ്ങളുടെ സമീപനം. അതെ അതെ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയുടെ അവിടെയോ അല്ലെങ്കിൽ വിക്ടോറിയ ഹോസ്പിറ്റലിൻ്റെ അവിടെയോ അവിടെയൊക്കെ ഇരിക്കുന്ന വ്യാപാരികളായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നത് വഴി എന്തെങ്കിലും ബുദ്ധിമുട്ട് ആശുപത്രിക്കോ ജനങ്ങൾക്കോ അവിടെ വരുന്നവർക്കോ വന്നാൽ സൗകര്യപ്രദമായ നിലയിൽ മാറ്റിയിരുത്തിക്കൊണ്ട് ഗതാഗതം സുഗമമാക്കി കൊടുക്കാൻ ഞങ്ങൾ തന്നെ പരിശ്രമിക്കും. അതിനൊരു ആശങ്കയും വേണ്ട. ഞാൻ പറയണ്ടോ? പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങൾ BJP കൊല്ലം കോർപ്പറേഷൻ ഭരണത്തിൽ വരികയാണെങ്കിൽ പൂർണ്ണമായും അത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അവർക്ക് അനുയോജ്യമായ മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിലും ഞങ്ങളത് പ്രാധാന്യം കൊടുക്കും. രണ്ട്, മാലിന്യ സംസ്കരണത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് ഞങ്ങളൊരു വികസന രേഖ അവതരിപ്പിക്കുന്നുണ്ട്. ആ രേഖയിൽ ഞങ്ങൾ പ്രധാനമായും പറയുന്നത് ഇൻഡോർ മോഡൽ, മധ്യപ്രദേശിലെ ഇൻഡോർ മോഡൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊല്ലം കോർപ്പറേഷനിൽ ഞങ്ങൾ സ്ഥാപിക്കും എന്നുള്ളതാണ്. അതോടുകൂടി കൊല്ലം നഗരത്തിൻ്റെ എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങൾക്കും കൃത്യമായ പരിഹാരം കണ്ടെത്താൻ കഴിയും. ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് UDFിൻ്റെ അഭിപ്രായം, UDF അധികാരത്തിൽ വന്നാൽ, കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് 100% അതിന് കൂടെ നിൽക്കും. അതിലൊരു കാര്യം കൂടെ ഉറപ്പ് പറയാം, നീക്കം ചെയ്യാൻ കളക്ടറോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തോ ശ്രമിച്ചാൽ ഉടനെ ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിക്കും. സ്റ്റേ വാങ്ങിച്ചാൽ പിന്നെ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ആരും പോകാറില്ല. UDF അധികാരത്തിൽ വന്നാൽ ഇത് സ്റ്റേ വെക്കേറ്റ് ചെയ്ത് ഇത് ഇവിടുന്ന് മാറ്റി അവിടെ വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ ചെയ്തേക്കും. സ്റ്റേ കൊടുക്കുന്ന കോടതിയല്ലേ? കോടതി വെക്കേറ്റ് ചെയ്യാൻ പോകണം. ഡിവിഷൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ സ്റ്റേ വന്നതിന് ശേഷം അത് വെക്കേറ്റ് ചെയ്യാനോ അത് നീക്കം ചെയ്യാനോ ഒരു നടപടി ജില്ലാ പഞ്ചായത്ത് എടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെപ്പറ്റി ആരോപണങ്ങളുണ്ട്. ഞാൻ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ അഴിമതിയുണ്ട് എന്ന വരെ ആരോപണങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നയം ഹോസ്പിറ്റൽ എപ്പോഴും പരിശുദ്ധമായിരിക്കണം, മാർഗതടസ്സം ഉണ്ടാകരുത്,
തൊഴിലാളികളാണ്. ജയമോഹൻ സഖാവ് പറഞ്ഞു ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടി. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് ജയമോഹൻ സഖാവിനും അറിയാമല്ലോ. ഞങ്ങളൊക്കെ ബൂർഷ്വാസികളാണ്, അത് അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കും. അയാൾക്ക് ജീവിക്കണം എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അയാളെ ജീവിക്കാൻ അനുവദിക്കേണ്ടതും ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കേണ്ടതും എല്ലാവരുടെയും കടമയാണ്. അതിനെ കുറച്ചുകൂടെ കൺവീനിയൻ്റായ സ്ഥലം കണ്ടെത്തി മാറ്റിയിരുത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. യെസ് പറഞ്ഞോ. ഇത് കഴിഞ്ഞോട്ടെ. മാലിന്യത്തിൻ്റെ കാര്യത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയ ഒരു നാട് തന്നെയാണ് നമ്മുടെ നാട്, കേരളം എന്ന് പറയും. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കാര്യം പറയുകയാണ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഈ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മനുഷ്യ വിസർജ്യങ്ങളെല്ലാം ഈ അഷ്ടമുടിയിലേക്ക് വരുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഉന്നതതല യോഗം വിളിച്ചപ്പോൾ ഇവിടെ തന്നെ പങ്കെടുത്തിരിക്കുന്ന പേരൊന്നും പറഞ്ഞ് ഞാൻ ആക്ഷേപിക്കുന്നില്ല, ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഭരിക്കുന്നത് LDF ആയതുകൊണ്ട് പങ്കെടുത്ത ആളുകൾ നടത്തിയൊരു വിമർശനമുണ്ട്. അവിടുത്തെ കക്കായും കരിമീനും ജീവിക്കുന്നത് തന്നെ ഈ മനുഷ്യ വിസർജ്യമാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്ഷണം. അതുകൊണ്ട് ഇത് മുഴുവൻ നിർത്തിയാൽ ഇവിടുത്തെ 6 കോടി രൂപ കിട്ടുന്ന വിയറ്റ്നാമുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുവന്ന രൂപത്തിലിരിക്കുന്ന കക്ക നഷ്ടപ്പെടും, അതുപോലെ കരിമീൻ നഷ്ടപ്പെടും. ഈ കടുങ്കൈ ചെയ്യല്ലേ എന്ന് പറഞ്ഞ ആളുകളും ഇരിപ്പുണ്ട്. ചൂണ്ടിക്കാണിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് കൂടി പറയുകയാണ്. തെറ്റായ നിഗമനമാണത്. മുസ്ലിം ലീഗ് ഇപ്പോൾ 4 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞ തവണ 5 സീറ്റാണ് ഉണ്ടായിരുന്നത്. ആ 5 സീറ്റും നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ പരസ്പര ചർച്ച നടത്തിയതാണ്. അവർക്ക് അലോട്ട് ചെയ്ത ഒരു സീറ്റിലെ ആപ്റ്റായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ട് അവരുടെ സമ്മതത്തോടു കൂടി തന്നെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയാണ്. ജില്ലാ പ്രസിഡന്റുമാർ എന്നുള്ളതിൽ ഞാനും തമ്മിൽ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും തമ്മിൽ ജില്ലാ കമ്മിറ്റിയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. വളരെ ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള ചർച്ച നടത്തി വളരെ സന്തോഷകരമായ രീതിയിൽ ഈ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും അതിൽ പരാതിയില്ല എന്ന് തന്നെയാണ് എൻ്റെ. ഈ മാധ്യമങ്ങൾ, ഞാൻ ആരെയും വിമർശിക്കുന്നില്ല, മാധ്യമങ്ങൾ എന്തെല്ലാമാണ് വരുന്നത്. നമ്മളതിനെപ്പറ്റി രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളായിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം, ഒരു നിഗമനം ഉണ്ടാകണം. എത്ര മോശമായ ഒരാളിനെ തെറി പറഞ്ഞാൽ പോലും നിങ്ങൾ എതിർക്കുന്നില്ലല്ലോ. പച്ചത്തെറി തന്തയ്ക്ക് പറയുന്നു. നമ്മൾ ആരെങ്കിലും എതിർക്കുന്നോ? ആയിക്കോട്ടെ എന്നാണോ? എപ്പോഴും ഈ സമൂഹം. അതുകൊണ്ട് അതിന് മുഴുവൻ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, മുസ്ലിം ലീഗ് ഞങ്ങളുമായി തർക്കമില്ല കാര്യത്തിൽ. ഞങ്ങൾ എല്ലാ ധാരണയോടും കൂടി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുക. എവിടെയെങ്കിലും ഒരു മാധ്യമത്തിലൊരു വാർത്ത വരുന്നതിനല്ല മറുപടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞല്ലോ, മറ്റേ കടകളുടെ കാര്യം. എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമായും ആ പരിസരത്തുള്ള ആൾക്കാരുമായ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഈ ബങ്കുകൾ അവിടെ ആർക്ക് വേണ്ടിയാണ്? അവിടെ ഒരു രോഗികൾക്ക് വേണ്ടിയാണല്ലോ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണല്ലോ ഈ ബങ്കുകൾ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതിന് നല്ല വൃത്തിയുള്ളൊരു സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുത്ത് അതിനൊരു ഫീസ് ഈടാക്കിക്കൊണ്ട് അവർക്ക് അകത്തോ അതിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും സംവിധാനം ചെയ്തു കൊടുക്കാൻ പാടില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ലാതെ ഇവരെ ഒഴിപ്പിക്കുക, പിടിച്ചു കളയുക, തെള്ളിക്കളയുക അങ്ങനെയല്ല. അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ആലോചിച്ചാൽ ചെയ്യാതേ ഉള്ളൂ. വൃത്തിയുള്ളൊരു അന്തരീക്ഷം ചെയ്തു കൊടുത്താൽ നമുക്ക് ആവശ്യം, ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നാൽ നമുക്ക് ആവശ്യമുള്ള ചായ മേടിക്കാനോ എന്തെങ്കിലും സാധനം മേടിക്കാനോ അടുത്ത് കടകൾ വേണം. അത് ഒഴിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു, എങ്ങനെ വേണം എന്നുള്ളത് ആലോചിക്കേണ്ടത്. അത് കേരള കോൺഗ്രസിന് കഴിഞ്ഞ തവണ അലോട്ട് ചെയ്തിരുന്ന സീറ്റാണ്.
ഇത്തവണ അത് SC ആണ്, SC ജനറലാണ്. അവിടെ കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ച കാൻഡിഡേറ്റ് ആപ്റ്റല്ല എന്നൊരു തോന്നൽ കോൺഗ്രസിനുണ്ട്. അത് ഞങ്ങളെ ഉപേക്ഷിച്ചെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ സീറ്റാണ്. തീർച്ചയായും സൗഹൃദ മത്സരം. മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, മുസ്ലിം ലീഗിന് 5 സീറ്റാണ് നമുക്കുള്ളത് കോർപ്പറേഷനിൽ. അതിൽ 4 സീറ്റിലാണ് ഞങ്ങളിപ്പോൾ മത്സരിക്കുന്നത്. 2 സ്വതന്ത്ര മറ്റേ 2 എണിച്ചിഹ്നത്തിലും. ഏത് വിധേയം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാന്നുള്ള പൊതു ധാരണ അടിസ്ഥാനത്തിൽ എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി മുന്നോട്ട് പോകും. അത് ഞാൻ പറയാം. RSP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലായിരുന്നു 2014 മുമ്പ്. അന്ന് ഉണ്ടായിരുന്ന സീറ്റുകൾ എണ്ണത്തിലൊന്നും കുറവില്ല. എന്നാൽ മുന്നണി മാറി വന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ വിജയ സാധ്യത കുറഞ്ഞു. അത് മുന്നണിക്ക് മൊത്തം ഉണ്ടായ ഒരു അപജയമാണ്. ഇപ്പം കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിച്ചത് 3 സീറ്റിലാണ്. ഞങ്ങളുടെ ഉപേക്ഷ കൊണ്ടല്ല, അല്ലാതെ UDF വോട്ട് ചെയ്യാൻ മനുഷ്യൻ തയ്യാറാകുന്നുണ്ടല്ല. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇത്തവണ ഞങ്ങൾ മാറും. ഇത്തവണ ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാവും, വൈസ് പ്രസിഡൻ്റാവും. അതൊക്കെ UDF-നായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട റോൾ RSPക്കായിരിക്കും. തർക്കമൊന്നും വേണം. LDF-ൽ അങ്ങനെ ഒരു സീറ്റ് എടുക്കുക എന്നുള്ളൊരു പ്രവണതയില്ല. എല്ലാവരും മുന്നണി സംവിധാനത്തിൽ ആലോചിച്ച് എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. കലയോരം സീറ്റ് കഴിഞ്ഞ തവണ 2 തവണയായി UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിവിഷനാണ്. അപ്പോൾ ഇത്തവണ LDF-ൻ്റെ കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെ CPI മത്സരിക്കണമെന്നുള്ള ഒരാലോചനയാണ് ഉണ്ടായത്. അവിടെ ആ സീറ്റ് മണി ഗ്രൂപ്പ് അങ്ങനെ കൈമാറിയപ്പോൾ പകരം ചവറ സീറ്റ് അവർക്ക് നൽകിക്കൊണ്ടാണ് മുന്നണിയിൽ ആ വിഷയത്തിൽ ധാരണ ഉണ്ടായിട്ടുള്ളത്. അല്ല പുള്ളി എന്തോ അദ്ദേഹം ഒന്ന് ചോദിച്ചല്ലോ, നമ്മുടെ അടുത്ത് എന്തോ ചോദിച്ചല്ലോ. കൊട്ടാരക്കരക്കാരനാണല്ലോ. ബാലഗോപാൽ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എഫക്റ്റ് പൊതുവിൽ ആഞ്ഞു വീശുമ്പോൾ വലിയ സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രം നമ്മളെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരു ഇരുമ്പ് കവചം സൃഷ്ടിച്ച് പ്രതിരോധിക്കുന്നത് പോലെ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ സുപ്രധാനമായ പങ്ക് നിർവഹിച്ചു വരുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ കൊല്ലത്തുകാരനായതുകൊണ്ട് കൊല്ലത്ത് ഇപ്പോൾ തന്നെ വിഴിഞ്ഞം തിരുവനന്തപുരത്താണ്. പക്ഷേ വിഴിഞ്ഞം വ്യവസായ ഇടനാഴി കൊല്ലം വഴി കൊട്ടാരക്കര പുനലൂരിലേക്ക് വരുന്നു എന്ന് പറയും. മലയോരം തീരദേശം എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി പദ്ധതികൾ വരുന്നതിൻ്റെ എഫക്റ്റ് എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ആളുകൾ അതായത് നമ്മുടെ ഓരോ കക്ഷിയെ പ്രതിനിധീകരിച്ചെത്തിയവരെ ചില വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചു. അതിൽ അവർക്ക് മറുപടി പറയാനായിട്ടുള്ളതാണ്. 5 മിനിറ്റ് കൊണ്ട്, കാരണം നമുക്ക് 5 അല്ല 6 പേരുണ്ട്, ഓരോരുത്തരും ഓരോ മിനിറ്റിൽ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മുടെ ഇന്ന് പള്ളിയൊക്കെ ഉള്ള ദിവസം അതുകൊണ്ടാണ് ഏറ്റവും മിനിമം സമയത്ത് ഓരോരുത്തർക്കും പറയാനുള്ള പാട്. ഒരു മിനിറ്റാണ്. അതിൽ നമ്മുടെ ലീഗിൻ്റെ പ്രതിനിധി എൻ്റെ സുഹൃത്ത് ഫലത്തിൽ മുസ്ലിം മത വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. നബി തിരുവേനി തന്നെ പറഞ്ഞിട്ടുള്ളത്, നാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അയലത്തുകാരൻ ഭക്ഷണം കഴിച്ചോ എന്ന് തിരക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് മനോവിഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ കിറ്റ് കൊടുക്കുന്നതിനെ പരിഹസിച്ചിരിക്കുന്നു. അപ്പോൾ വിശക്കുന്നതിന് ഒരു കിറ്റ് കൊടുക്കുന്നതിനെ പരിഹസിക്കുന്ന ലീഗ് എങ്ങനെയാണ് മുസ്ലിം താല്പര്യത്തിന് ഉതകുന്നതാകുന്നത് എന്നുള്ളത് നോക്കണം. മറ്റൊന്ന് പറഞ്ഞത് ഈ അഴിമതി എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞു, കശുവണ്ടിയെ കുറിച്ചെല്ലാം പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നേരത്തെ ഇടയ്ക്ക് തന്നെ പറഞ്ഞു, ഒരാളൊരു പ്രതി ആകുന്നതോടുകൂടി അഴിമതിയാവുന്ന എങ്ങനെ? ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്കല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നു,
പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്ന തിരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്തിലേക്കാണ്. പഞ്ചായത്ത് ബോർഡ് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വക്കം ബോർഡിൻ്റെ പ്രശ്നം ചോദിക്കുക. വക്കം ബോർഡിൻ്റെ പ്രശ്നം വരുമ്പോഴത്തേക്ക് പാർലമെൻറ്റിനെ കുറിച്ച് പറയുക. അത് ഒന്നുമല്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ ത്രിതല പഞ്ചായത്താണ്. അദ്ദേഹം തന്നെ പറഞ്ഞു പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നത്, നഗരപാലിക ബില്ല് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹമാണ് കൊണ്ടുവന്നതെങ്കിൽ ഉമ്മൻചാണ്ടി കേരളത്തെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഉമ്മൻചാണ്ടിക്കും പ്രധാനമന്ത്രി നരസിംഹറാവുവിനും ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ BJPക്കാരനോ മികച്ച പഞ്ചായത്ത് എന്ന ഒരു പുരസ്കാരം സമർപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളതായിട്ട് അവർക്ക് പറയാമോ? അതെല്ലാം നേടുന്നത് ഇടതുപക്ഷമാണ് എന്നതാണ് ഈ അധികാര കേന്ദ്ര പ്രക്രിയയോട് പ്രതിബദ്ധത പുലർത്തി നടപ്പിലാക്കുന്നത് ഇടതുപക്ഷമാണ് എന്നതുകൊണ്ടാണ് ഇടതുപക്ഷം അല്ലാത്ത പക്ഷം സംസ്ഥാനത്തെ കേന്ദ്രവും ഭരിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന പുരസ്കാരങ്ങൾ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ മികവാണ്. അപ്പോൾ ഈ അധികാര വികേന്ദ്രീകരണം കൊണ്ടുവന്ന അവരോട് പ്രതിബദ്ധതയുള്ളവർ നടപ്പിലാക്കുന്നവരോട് പ്രതിബദ്ധത പ്രകടിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സഹായിക്കണം. അതാണ് ഒഴുകൺ പഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് കിളിത്തട്ടിൽ അഡ്വക്കേറ്റ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. നമ്മുടെ സേവനം കണ്ട് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു. പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന 5 പേർ UDF നിന്ന് വന്നാണ് മത്സരിച്ചത്. ചെയർപേഴ്സൺ ബീന സാബുവിൻ്റെ ഭർത്താവ് സാബു. പരവൂർ മുനിസിപ്പാലിറ്റി നിങ്ങൾ തിരക്കി നോക്കൂ, കോൺഗ്രസിൻ്റെ കൗൺസിലറായിരുന്ന ആൾ. അപ്പോൾ ഒഴുക്ക് നേതൃത്വത്തിൽ നിന്നുള്ളതേ പറയാൻ പറ്റൂ. അണികളുടെ പറഞ്ഞാൽ 50 ദിവസം കൊണ്ടേ പറഞ്ഞു തീർക്കാൻ പറ്റൂ. അപ്പോൾ ഒഴുക്ക് ആരംഭിച്ചിട്ടുണ്ട് എന്ന് കണ്ട് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മനോഹരമായ സാഹചര്യം നിലനിൽക്കുന്നതിൽ സംതൃപ്തി കൊണ്ട ആളുകൾ അത് നടപ്പിലാക്കിയവർക്ക് കഴിയാത്ത കാര്യം നടപ്പിലാക്കുന്ന ഇടതുപക്ഷമായതുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കുന്നത് എന്നതാണ് അതിനെക്കുറിച്ച് പറയാം. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ശബരിമല എപ്പോഴും ഒരു രാഷ്ട്രീയ ആയുധമാക്കി കൊണ്ടുവരാനാണ് UDFും BJPയും ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ശബരിമല എന്ന ആരാധന കേന്ദ്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് കേരളത്തിലെ LDF സർക്കാർ മാത്രമാണ്. അവിടെ കോടിക്കണക്കിന് രൂപയാണ് LDF സർക്കാർ വിനിയോഗിച്ചിട്ടുള്ളത്. അവിടെ എല്ലാ കാര്യത്തെയും എതിർക്കുന്നൊരു സമീപനമാണ് കോൺഗ്രസും BJPയും സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത് എന്ത് വികസനമാണ് ശബരിമലയിൽ നടത്തിയിട്ടുള്ളത്? ശബരിമല വികസനത്തിന് ഏറ്റവും തടസ്സം നിൽക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റാണ്. അവർ ശബരിമല വികസനത്തെ സഹായിക്കുമെന്ന് പറഞ്ഞ് എന്ത് സഹായം ശബരിമലയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്? അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെങ്കിൽ അവിടെ ഭൂമി വേണം. കേന്ദ്ര ഗവൺമെൻറ് ഭൂമി നൽകാതെ അവിടുത്തെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർക്കെപ്പോഴും ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള ഇടമായി ശബരിമലയെ കാണുന്നു. പക്ഷേ LDF ഗവൺമെൻറ് അങ്ങനെയല്ല. ഇവിടെ തീർത്ഥാടന കാലം എങ്ങനെയാണ് ഗവൺമെൻറ് അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നത്? ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ഉത്സവം അറിയാമല്ലോ. നമ്മുടെ അവിടെ ഏറ്റവും നല്ല നിലയിലാണ് അതിൻ്റെ സംവിധാനങ്ങൾ ഗവൺമെൻറ് നേതൃത്വത്തിൽ ഒരുക്കുന്നത്. ശബരിമലയിൽ കഴിഞ്ഞ മണ്ഡലകാലത്ത് വളരെ സമാധാനപരമായി ഏറ്റവും മികച്ച നിലയിൽ തീർത്ഥാടന സംവിധാനം ഒരുക്കാൻ കഴിയും. ഇപ്പോഴും അതിൻ്റെ സംവിധാനങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കാര്യങ്ങളെല്ലാം കൃത്യമായി ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുണ്ട്. നല്ല ഒരു മണ്ഡലകാലം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയല്ല ഗവൺമെൻറ് ആ കാര്യങ്ങളെ കാണുന്നത്. ജനങ്ങളുടെ ഒരു ആരാധന കേന്ദ്രം എന്നുള്ള തരത്തിൽ എല്ലാ സംവിധാനവും ജനങ്ങൾക്ക് ഒരുക്കുക എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത് അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഇവർ UDFിൻ്റെ പ്രതിനിധികൾ ഉയർത്തി. എന്ത് അഴിമതി ആരോപണമാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? 9.5 വർഷക്കാലത്തിനിടയിൽ സർക്കാരിനെതിരായി ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉയർത്തി കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവരാണ് UDFുകാർ. ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ ഇവർ കഴിഞ്ഞിട്ടുണ്ട്? ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇത് അഴിമതിയുടെ ഒരു പുകപടലം ഇങ്ങനെ സൃഷ്ടിക്കുക. UDFിൻ്റെ കാലത്താണ് അഴിമതി നടത്തിയിട്ടുള്ളത്, മന്ത്രിമാർ പ്രതിയായിട്ടുള്ളത്, അതിൻ്റെ പേരിൽ വിചാരണ നേരിട്ടിട്ടുള്ളത്. LDFിൻ്റെ ഒരു മന്ത്രിയും അഴിമതിയുടെ പേരിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. സുതാര്യമായൊരു ഭരണമാണ് LDFിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അഴിമതിരഹിതമായൊരു ഭരണമാണ് LDFിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത് തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല തുടർ സർക്കാരും ഈ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ശബരിമലയെ സംബന്ധിച്ച് എന്ത് പറയാനാണുള്ളത്? അവരെ സംബന്ധിച്ച് അറിയാം, ശബരിമലയ്ക്ക് കേരള സർക്കാരിൻ്റെ ഒരു ഔദാര്യം വേണ്ട. കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ ഭക്തജനങ്ങൾ കൊടുക്കുന്ന പൈസ അവിടെയുണ്ട്. അത് വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ശബരിമലയെ തകർക്കാനുള്ള പരിശ്രമം ദയവ് ചെയ്ത് ഇടതുപക്ഷ ഗവൺമെൻറ് കാണിക്കരുതെന്ന് അപേക്ഷയാണുള്ളത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് ഇന്ത്യയിലെ 545 റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്.
അതിൻ്റെ ഭാഗമായി കൊല്ലം നവീകരിക്കുന്നു. അതൊരു MP-യുടെ മാത്രം ഒരു MP-യുടെ മാത്രം ഒരു കഴിവായി ഇവിടെ സൂചിപ്പിച്ചു. അതല്ല, ഇന്ത്യയിലെമ്പാടും നാഷണൽ ഹൈവേകളും റെയിൽവേ സ്റ്റേഷനുകളും നവീകരിക്കുന്നുണ്ട്. അത് നരേന്ദ്രമോദിയുടെ ഡ്രീം പ്രോജക്റ്റാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കൊല്ലവും നവീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പം അഴിമതിയെ സംബന്ധിച്ച് പറയുന്നു, ഒരു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള IAS ഓഫീസർ സ്വർണ്ണക്കടത്തിന്റെ പേര് ജയിലിൽ പോകേണ്ടി വന്നു. എന്താ? ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിൽ പോകേണ്ടി വന്നു. കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ആ പോലീസ് ഭരിക്കുന്ന അവരാണ് കണ്ടെത്തിയത് ദേവസ്വം ബോർഡിന്റെ മുൻ 2 പ്രസിഡന്റുമാർ റിമാൻഡിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ പിന്നെ എന്താണ് അഴിമതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുതാര്യമായ ഒരു സർക്കാർ എന്ന് ഇവർക്ക് പറയാൻ കഴിയുന്നത്? അവരെ സംബന്ധിച്ച്, ശബരിമലയെ സംബന്ധിച്ച് നമുക്കറിയാം, ശബരിമലയിൽ പോലീസിന്റെ യൂണിഫോം ഉപയോഗിച്ചുകൊണ്ട് ആ യൂണിഫോം ഇട്ട് സ്ത്രീകളെ അകത്ത് കയറ്റി. ADGP-മാരടക്കമുള്ളവരുടെ സഹായത്തോടുകൂടി പോലീസ് വാഹനം ഉപയോഗിച്ചുകൊണ്ട്. പിന്നെന്താ ശബരിമലയുടെ വികസനം? അപ്പൊ അതിലേ ഇങ്ങനെ പറഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന് രാഷ്ട്രീയമായി 2 മുന്നണിയുടെയും കക്ഷിബന്ധങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിച്ചു. CPI CPM തർക്കം, മുസ്ലിം ലീഗ് കോൺഗ്രസ് തർക്കം ചോദിച്ചു. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം കലേവരം സീറ്റിനെ കുറിച്ച് ചോദിച്ചു. കലേവരം സീറ്റ് മാണി ഗ്രൂപ്പിനായിരുന്നു. ഇപ്പോൾ ചവറ കൊടുത്തു. ഇന്ന് ഞാൻ അറിഞ്ഞ ചവറ അവർക്കില്ലെന്നാണ്. ഇതിനകത്ത് CPM-ഉം CPI-യും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ PM-ശ്രീ പദ്ധതിക്ക് ഡൽഹിയിൽ പോയി ഒപ്പിട്ടത് മുതൽ CPI CPM തമ്മിൽ തർക്കമുണ്ട്. ഇപ്പോൾ അവർ ഒരു മുന്നണിയാണെന്ന് ഇവിടെ അവകാശപ്പെട്ടാലും വലിയ തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മറിച്ച് UDF-നകത്ത് യാതൊരു കുഴപ്പവുമില്ലാതെ മുൻപൊരിക്കലും ഇല്ലാത്ത തരത്തിൽ നല്ല യോജിപ്പോടുകൂടി UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം, ഇതെന്ത് സർക്കാർ എന്ന് ചോദിച്ച സംസ്ഥാനമാണ് ഈ കേരളം. ജയമോഹനും സുബാലുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കേരളത്തിലെ നയത്തിൻ്റെ സമീപനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സഖാവ് ബിനോയ് വിശ്വത്തിൽ നിന്നുണ്ടായത്. ഞങ്ങളറിയാമല്ലോ ചോദിച്ചത് ഇതെന്ത് സർക്കാർ എന്ന് ചോദിച്ചു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും. ഞാൻ ചുരുക്കുന്നു. അല്ല, അവർക്കെല്ലാം കൂടുതൽ സമയം കൊടുത്തിട്ട് DC പ്രസിഡന്റ് സമയം കുറച്ചാൽ അതൊക്കെ വളരെ മോശമാണ്. സോറി. അല്ല, ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചിരുന്നു, അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടി കേഡർ പാർട്ടിയാണ് എന്നാണ് പറയുന്നത്. കേഡറിസമൊക്കെ പോയി. കുന്നത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ പാർട്ടി വിട്ടിട്ട് ഏത് പാർട്ടിയിൽ ചേരണമെന്നിങ്ങനെ ഞങ്ങൾ പിടിക്കാനൊന്നും പോയില്ല. ഞങ്ങൾ വരുന്നവരെ മാത്രമേ സ്വീകരിക്കൂ. കെട്ടിപ്പിടിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ജയമോഹൻ സഖാവ് അത് മറക്കരുത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞങ്ങളുടെ കുറേ ആളുകളുടെ കഥകളൊക്കെ പറഞ്ഞു. ഇതൊരു ഒരു അയഞ്ഞ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. അത് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു. CPM-നെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ, അയഞ്ഞ ജനാധിപത്യമാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ആളുകൾ വന്നു കയറും, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകും, ഞങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷെ പൊതുവായ സമീപനം വരുമ്പോൾ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഈ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായി അനുവർത്തിച്ച് വരുന്ന തൊഴിലാളി വിരുദ്ധ സമീപനവും, അഴിമതി പറയരുത് എന്ന് സുബാൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ 2 പേര് ജയിലിൽ കിടക്കുന്നതിനെ പറ്റി മറുപടി പറയണം. ജയമോഹൻ സഖാവ് പറയുന്നത് ശിക്ഷിച്ചാലല്ല ഇതാവുള്ളൂ എന്നാണ്. ഞാൻ പറയാതിരിക്കാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളം കണ്ട ജനകീയനായ മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര ബ്രൂട്ടലായ സമീപനം സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അയാൾ പരിശുദ്ധനായി മരണപ്പെട്ട് ഏലോകം വിട്ടല്ലോ. ഞാൻ വിശദാംശങ്ങളൊന്നും പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നതിൽ ഒരു സംശയമില്ല. 6 ലക്ഷം കോടിയിലധികം രൂപയുടെ ബാധ്യതയുമായാണ് സർക്കാർ നിൽക്കുന്നത്. ഇനിയും പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് യാതൊരു മടിയുമില്ല. അതുപോലെ തന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് വിശക്കുന്നവന് ആഹാരം കൊടുക്കണമെന്നാണ്. വിശക്കുന്നവനാണ് കൊടുക്കേണ്ടത്. അല്ല, എൻ്റെ കാര്യത്തിന് വേണ്ടി അവർ ആഹാരം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല എവിടെയും, കിറ്റ് കൊടുക്കാൻ. താങ്ക് യു.